കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അതുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് ഇതുപോലെ ഞായറാഴ്ച മുമ്പ് ഓർപ്പിച്ചതുപോലെ ഇത്രയും ഉത്സാഹത്തോടുകൂടെ എല്ലാവരോടും കടന്നു വന്നതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ കണ്ണന പ്രസംഗങ്ങൾക്ക് ശേഷം ഇവിടെ അതിമനോഹരമായ ഒരു പാനൽ ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ വളരെ പ്രഗത്ഭരായ പാസ്റ്റർ ജെയ്സ് പണ്ണാണിനെ പോലെയുള്ളവർ, ഡോക്ടർ വിനിൽ പോൾ, ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, പിന്നെ നമ്മളെല്ലാവരും ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ ബ്രദർ അനിൽകുമാർ അയ്യപ്പൻ എന്നിവരൊക്കെ മിഷണറിമാരുടെ സംഭാവനകൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എൻ്റെ ദൗത്യം മിഷണറിമാരുടെ തിരസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ തമസ്കരിക്കപ്പെട്ട സംഭാവനകളെപ്പറ്റി പറയുക എന്നുള്ളത് മാത്രമല്ല, ഭാരതത്തിൽ മിഷണറിമാർ ദ്രോഹമാണ് ചെയ്തത് എന്നുള്ള ആരോപണത്തിന് മറുപടി പറയുകയാണ്. തമസ്കരിക്കുന്നത് ഒരു പറഞ്ഞു, മറിച്ച് നിങ്ങൾ ഭാരതത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളതായ ദുർപ്രചരണം കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൻ്റെ അനേക സ്റ്റേറ്റുകളിൽ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇത് നമുക്ക് എതിരായിട്ടുള്ള അക്രമത്തിന് അഴിച്ചുവിടാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കുകയാണ്. ആദ്യമേ പട്ടിയെ പേപ്പട്ടിയായിട്ട് മുദ്ര കുത്തുക, പിന്നെ കല്ലെറിഞ്ഞു കൊല്ലുക. ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ഭാരതത്തെ നശിപ്പിച്ചുവെന്ന് ആദ്യമേ മുദ്ര കുത്തുക, പിന്നെ അവർ നശിപ്പിച്ചതിന് അവർക്കെതിരായിട്ട് അക്രമം പുറത്തുവിടുക. ഇത് എല്ലാ സ്റ്റേറ്റിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഏറ്റവും ബഹുമാനീയനായ TG മോഹൻദാസ് സാറ്, ഇദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സ്റ്റേറ്റ് കൺവീനർ, ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ മുൻ സ്റ്റേറ്റ് കൺവീനറാണ്. ഇദ്ദേഹത്തിൻ്റെ പബ്ലിക് പ്രൊഫൈലിൽ നിന്നാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഭാരതീയ വിചാര കേന്ദ്രം, അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അയോധ്യ പ്രിൻറ്റേഴ്സ് സംഘപരിവാർ RSS ഓൺ ചെയ്യുന്ന അയോധ്യ പ്രിൻറ്റേഴ്സിൻ്റെ ജനറൽ മാനേജറായിരുന്നു ഇദ്ദേഹം. അപ്പം അവരുടെ ഒരു ഔദ്യോഗിക മുഖമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ ആളല്ല, ഔദ്യോഗികമായി ഉള്ള ഒരാളാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഏതാണ്ട് 20 വർഷമായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ പലപ്പോഴായിട്ട് വീഡിയോ ഇറക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ സമയത്ത് നമുക്ക് എതിരെ അക്രമം കൂടിക്കൊണ്ട് വരുന്നതായി ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഇറക്കിയ ഒരു വീഡിയോ, അതിപ്പം 3-4 ഭാഗങ്ങളായിട്ട് യൂട്യൂബിലുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മിഷണറിമാരുടെ ദ്രോഹവും അത് തുറന്ന് കാട്ടിയ ഗാന്ധിജിയും, ഇതിലെ ക്ലിപ്പ് നമ്മൾ കാണുന്നതായിരിക്കും. അതുപോലെ സായിപ്പിനെ പുകഴ്ത്താൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടർ അയ്യോ എന്നൊക്കെ പറഞ്ഞ് TG മോഹൻദാസ് സാറ് പറയുന്നതായ ക്ലിപ്പുകളാണ്. അദ്ദേഹം ആ പറയുന്നത് കേട്ടതിന് ശേഷം അദ്ദേഹം ആ പറയുന്നതിനകത്ത് എന്തുമാത്രം വാസ്തവമുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇത് TG മോഹൻദാസ് സാറ് കേരളത്തിൽ പറഞ്ഞതാണെങ്കിലും ഇത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ ഇതേ കാര്യങ്ങളാണ്. TG മോഹൻദാസ് സാറ് പറയുന്ന അതേ വിഷയം തമിഴ്നാട്ടിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ മാത്രമല്ല, കാരണം നമ്മുടെ സഹോദരന്മാർ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. തെലുങ്കാനയിലും ആന്ധ്രയിലും ഇതേ വിഷയം, അതായത് ഇവർക്ക് ഒരാൾ സിലബസ് കൊടുത്ത മാതിരിയാണ്. ഒരു കാര്യം തന്നെ ഇവർ പല ഭാഷയിൽ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് മറുപടി പ്രസംഗമായിട്ട് മാത്രമല്ല, ഇത് റെഫർ ചെയ്യാനായിട്ടുള്ളൊരു പുസ്തകം കൂടി വേണമെന്നോർത്താണ് ഇന്നത്തെ പുസ്തക പ്രസിദ്ധീകരണത്തിൽ ആ ഒരു പുസ്തകം ബിഹൈൻഡ് ധരംപാൽസ് ബ്യൂട്ടിഫുൾ ട്രീ എന്ന പുസ്തകത്തിന് മറുപടിയും കൂടെ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് TG മോഹൻദാസ് സാറിൻ്റെ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. TG ഈ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്, അവരുടെ ഛത്തീസ്ഗഡിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാദങ്ങൾ കേരളത്തിലൊക്കെ ഉയർന്നു വന്നിരുന്നു. അതായത് മിഷണറി പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ഹിന്ദു അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനതയ്ക്ക് അവർക്ക് ഒരു പുരോഗമനം ഉണ്ടായത്, അവർ വിദ്യാഭ്യാസം ഉണ്ടായത്, ഇതൊക്കെ ഇങ്ങനെയൊരു വാദം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാട്ടിൽ കഴിഞ്ഞേനെ എന്നൊക്കെയുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊരു അപരിഷ്കൃത ജനതയായിട്ട് നടന്നേനെ മിഷണറി പ്രവർത്തനം വന്നതുകൊണ്ടാണ്, ഈ അടുത്ത് ഹിന്ദി തന്നെ കൊണ്ടുവന്നത് മിഷണറിമാരായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ ഉയർന്നു വന്നു. എന്ത് തോന്നുന്നു? അത്
ഇവർ ചെയ്തത് വലിയ ദ്രോഹമായിരുന്നു എന്ന് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഇവിടെ പറഞ്ഞതല്ല, ഇംഗ്ലണ്ടിൽ പോയി പറഞ്ഞു. ഇംഗ്ലണ്ടിലെ ചാത്താം ഹൗസ്, അവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ പോകുന്നുണ്ട്. മഹാത്മാഗാന്ധി പോയത് ചാത്തം ഹൗസ്, അവിടെ പ്രഭാഷണത്തിനായിട്ട് ഗാന്ധിയെ വിളിച്ചു. അന്ന് ഗാന്ധിജിയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ഒരു ബ്യൂട്ടിഫുൾ ട്രീ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് എക്സിസ്റ്റിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ വേര് മാന്തിയിട്ട് ഇതിൻ്റെ അടിയിൽ എന്തുണ്ടെന്ന് അറിയാനായിട്ട് ഒരുപാട് നോളജ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ മാന്തി വേര് എക്സ്പോസായി കഴിയുമ്പോൾ എത്ര വലിയ മരമാണെങ്കിലും വേര് സൂര്യപ്രകാശം തട്ടി കഴിഞ്ഞാൽ വേര് ഉണങ്ങാൻ തുടങ്ങും. വേര് ഭൂമിക്കടിയിൽ നിൽക്കേണ്ടതാണ്, വെയിൽ തട്ടാൻ പാടില്ല. അപ്പോൾ നിങ്ങളിത് മണ്ണ് മാറ്റി വേരുകൾ എക്സ്പോസായി വേരുകൾ ഉണങ്ങി ഈ മഹാവൃക്ഷം മറിഞ്ഞു വീണു. ഇതാണ് ഭാരതത്തിൻ്റെ സംക്ഷിപ്തമായ വിദ്യാഭ്യാസ ചരിത്രം. ആ ദ്രോഹം ഞങ്ങളോട് ചെയ്തത് നിങ്ങളാണ്. ഇങ്ങനെ പ്രസംഗിച്ചത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധീസ് സ്പീച്ച് ഇൻ ചാത്തം ഹൗസ്, ബ്യൂട്ടിഫുൾ ട്രീ, ഇത്രയും കീവേഡ്സ് ഇട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ പ്രസംഗം കിട്ടും. ബ്രിട്ടീഷുകാരുടെ നെഞ്ചത്ത് ചവിട്ടി മഹാത്മാഗാന്ധി പറഞ്ഞതാണ്, നിങ്ങൾ നശിപ്പിച്ചു ഞങ്ങളുടെ വിദ്യാഭ്യാസം. ഇത് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ടെക്നിക്കൽ സൗകര്യാർത്ഥം അടുത്ത ക്ലിപ്പൂടെ കേൾക്കാം, കാരണം അത് ഇതിനോട് ബന്ധമുള്ളതാണ്. രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് പരിശോധിക്കാം. ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്ന മഹാത്മാഗാന്ധിയുടെ പ്രയോഗം അതെടുത്തിട്ട് ഡോക്ടർ ധരംപാൽ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ബ്രിട്ടീഷുകാരുടെ റിപ്പോർട്ടുകൾ സമാഹരിച്ച് അദ്ദേഹം ചേർത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, എക്സിസ്റ്റിംഗ് വിദ്യാഭ്യാസ സമ്പ്രദായം തകർത്തിട്ട് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരിക. അപ്പോൾ അതിന് ബ്രിട്ടീഷുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വാട്ട് എവർ യു ആർ ഡിമോളിഷിങ്, സ്റ്റഡി ഇറ്റ്, ഡോക്യുമെൻ്റ് ഇറ്റ് ആൻഡ് ദെൻ ഡിമോളിഷ് ഇറ്റ്. അങ്ങനെ ഒരു സയൻറ്റിഫിക് തോട്ട് അവർക്കുണ്ട്. അതനുസരിച്ച് അവരെല്ലാ കളക്ടർമാർക്കും നിർദ്ദേശം കൊടുത്തു, നിങ്ങളുടെ ഇതിനുള്ളിൽ, ജൂറിസ്ഡിക്ഷനുള്ളിൽ എത്ര സ്കൂളുകൾ എങ്ങനെയൊക്കെ പഠിക്കുന്നു. ഈ കളക്ടർമാരുടെ റിപ്പോർട്ട് മുഴുവൻ ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. അതിൽ സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റ്, അതിൻ്റെ കളക്ടർ എഴുതുന്നു, മനോഹരമായ ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയാണ് ഇവരുടേത്, ഇത് പൊളിച്ചിട്ട് വേറെ ചെയ്യണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ശുപാർശ അവർക്ക് ആവശ്യമില്ല, അവർ ശുപാർശ ചെയ്തിട്ടുമില്ല. എക്സിസ്റ്റിംഗ് എന്താണെന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കളക്ടർമാരും അപ്പർ കാസ്റ്റ് കുട്ടികളെത്ര, ലോവർ കാസ്റ്റ് കുട്ടികളെത്ര, ആൺകുട്ടികളെത്ര, പെൺകുട്ടികളെത്ര, മുസ്ലിങ്ങളെത്ര, ഇതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ പറയുന്നില്ലേ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു, പച്ചക്കള്ളമാണ് അതൊക്കെ. അത് നിഷേധിക്കുന്നത് ഇവർ വന്നതിന് ശേഷമാണ്. ഇവരാണ് കാസ്റ്റിനെ വെപ്പണൈസ് ചെയ്യിച്ചത്. കാസ്റ്റ് ഒരു വെപ്പണായിരുന്നില്ല ഒരിക്കലും. കാസ്റ്റിനെ വെപ്പണൈസ് ചെയ്യിച്ചത് ബ്രിട്ടീഷുകാരാണ്. സി ഹൗ മെനി 200 years അല്ലേ, 200 വർഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി, സബ്സിക്വൻ്റ്ലി ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂൾ. 200 വർഷം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. ദ വേ ദേ സിസ്റ്റമാറ്റിക്കലി ഡിമോളിഷ്ഡ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. 2-3 പ്രധാന കാര്യങ്ങളാണ് ടി ജി മോഹൻദാസ് സാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയുടെ പ്രസംഗം, ഗാന്ധിജി 1931 പ്രസംഗിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞത് അതിനു മുമ്പ് 50 or 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അത്രയും വിദ്യാഭ്യാസം 1931 ഇല്ല. നിങ്ങൾ ഞങ്ങളുടെ വിദ്യാഭ്യാസം നശിപ്പിച്ചു. കുറേ കാര്യങ്ങൾ ടി ജി മോഹൻദാസ് സാർ കുറച്ച് മസാലയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. എന്താണ് നിങ്ങൾ ഈ മാന്തി ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞത് ടി ജി മോഹൻദാസ് സാറിൻ്റെ ഒരു അഡീഷനാണ്, കേൾക്കുന്നവർക്ക് സുഖം തോന്നാൻ വേണ്ടിയുള്ളത്. അതേപോലെ തന്നെ കാനറ ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ റിപ്പോർട്ട് നമ്മൾ പ്രത്യേകമായിട്ട് അവസാനം പരിശോധിക്കും. എന്നാൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഞാനും ഇതിലേക്ക് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗാന്ധിജി 1931 ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ അന്ന് ചാത്തം ഹൗസ് മീറ്റിങ്ങിലെ ഏറ്റവും വലിയ മീറ്റിംഗ് ആയിരുന്നു. 750 പേരിലധികം അന്ന് അവിടെ ഉണ്ടായിരുന്നു.
അന്ന് അവിടെ ഉണ്ടായിരുന്നതിൽ ഒരു വ്യക്തിയാണ് ഫിലിപ്പ് ജോസഫ് ഹാർട്ടോഗ്. ഫിലിപ്പ് ജോസഫ് ഹാർട്ടോഗ് എന്ന് പറയുന്ന വ്യക്തി ഒരു യഹൂദനാണ്. യഹൂദനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു എഡ്യൂക്കേഷണലിസ്റ്റാണ്. ഇന്ത്യൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇന്ന് നമ്മുടെ UPSCയുടെ ഒക്കെ നേരത്തെ അതിൻ്റെ മെമ്പറായിരുന്നു. തുടക്കകാലത്തിൽ 1926 മെമ്പറായിരുന്നു. സൈമൺ കമ്മീഷനിലെ എഡ്യൂക്കേഷൻ റിപ്പോർട്ടിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം ആ സദസ്സിലുണ്ട്. അദ്ദേഹം ആ ചോദ്യോത്തര വേളയിൽ മഹാത്മാഗാന്ധിജിയോട് അദ്ദേഹം 2 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ ഒന്ന്, മഹാത്മാഗാന്ധിജി 50-100 വർഷം, അതായത് 1931 എന്ന് പറയുമ്പോൾ 1881 അല്ലെങ്കിൽ 1831 ഇതിൽ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുവെന്ന് മഹാത്മാഗാന്ധിജി പറയാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആധാരം എന്താണ്? എന്ത് അടിസ്ഥാനത്തിലാണ് അത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? അത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം. അന്ന് ഗാന്ധിജി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിനുള്ള സോഴ്സ് ഇല്ല, അത് ഞാൻ സോഴ്സ് പിന്നീട് തരാമെന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഇപ്രകാരമാണെങ്കിൽ ഹൈദരാബാദിലും കാശ്മീരിലും, അവിടെ ബ്രിട്ടീഷുകാരല്ലല്ലോ നേരിട്ട് ഭരിക്കുന്നത്, ഹൈദരാബാദിലും കാശ്മീരിലും എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെക്കാളിൽ കുറവ് വിദ്യാഭ്യാസമായിരിക്കുന്നു? 2, നിങ്ങൾ ഇത്രമാത്രം വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നും നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ വിദ്യാഭ്യാസം പഠിപ്പിക്കാനായിട്ട് തയ്യാറാകുന്നില്ല? അന്ന് വിദ്യാഭ്യാസത്തെ പെൺകുട്ടികളെ വിടാൻ വേണ്ടി തയ്യാറാകുന്നില്ല, നമ്മളത് കാണും. ഗാന്ധിജി അത് പുരുഷന്മാരുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങ് തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഫിലിപ്പ് ഹാർട്ടോഗ് വിട്ടില്ല. ഗാന്ധിജി പറഞ്ഞു, ഞാൻ പിന്നീട് മറുപടി സോഴ്സ് തരാമെന്ന് പറഞ്ഞു. ഫിലിപ്പ് ഹാർട്ടോഗ് ഗാന്ധിജിക്ക് കറസ്പോണ്ടൻസ് എഴുതി, കത്തുകൾ എഴുതി, അനേക കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. ഇത് അദ്ദേഹം പറഞ്ഞ പോലെ, TG മോഹൻദാസ് സാറ് പറഞ്ഞ പോലെ, ഗാന്ധിജിയുടെ കളക്റ്റഡ് വർക്ക്സ് ഓഫ് മഹാത്മാഗാന്ധിയുടെ അവിടെ പോയിട്ട് ഫിലിപ്പ് ഹാർട്ടോഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ഫിലിപ്പ് ഹാർട്ടോഗിൻ്റെയും മഹാത്മാഗാന്ധിജിയുടെയും കറസ്പോണ്ടൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാവുന്നതാണ്. അവസാനം സഹികെട്ടെന്ന് പറയാം, ഗാന്ധിജി ഈ ദൗത്യം പ്രൊഫസർ KT ഷായെ ഏൽപ്പിച്ചു. പ്രൊഫസർ KT ഷാ ഒരു 3 റെക്കോർഡ് പ്രധാനമായിട്ട് ഫിലിപ്പ് ഹാർട്ടോഗിന് കൊടുക്കുകയുണ്ടായി. അതിലൊന്ന് തോമസ് മൺറോയുടെ 1826 റിപ്പോർട്ടാണ്. 2 1835 മുതൽ 1838 വരെയുള്ള വില്യം ആഡംസിൻ്റെ ബംഗാളിലെയും ഒറീസയിലെയും ഉള്ള ബീഹാറിലെയും റിപ്പോർട്ട്. 1826 മദ്രാസ് പ്രസിഡൻസിയിൽ തോമസ് മൺറോയുടെ റിപ്പോർട്ട്. 2 വില്യം ആഡംസിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട്. മൂന്നാമത്തെ എന്ന് പറയുന്ന 1881-82 ലെറ്റിനർ എന്ന് പറഞ്ഞൊരു വ്യക്തി സ്വന്തമായിട്ട് എഴുതിയ ഒരു പുസ്തകമാണ്. ഇതിൽ 2 ഔദ്യോഗികം, 1 ഔദ്യോഗികമായിട്ടുള്ള ഒരു പുസ്തകമല്ല. ഫിലിപ്പ് ഹാർട്ടോഗ് പറഞ്ഞ് ഇതിനകത്തൊന്നും ഗാന്ധിജി പറഞ്ഞ തെളിവില്ല. അദ്ദേഹം ഇതിനൊരു മറുപടി പുസ്തകം എഴുതി. Some aspects of Indian education past and present, being 3 Josephine lectures for 1835-36 delivered in the institute and with the supplementary memoranda. ഈ സപ്ലിമെൻ്ററി മെമ്മോറാണ്ടയിൽ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 3 റിപ്പോർട്ടിൻ്റെയും ഖണ്ഡനം കാണാം. ഈ 3 റിപ്പോർട്ടിൻ്റെയും ഖണ്ഡനം നമ്മളത് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട, ഞാൻ ആദ്യം പറഞ്ഞ് ഇദ്ദേഹം ഒരു യഹൂദനാണ്. അദ്ദേഹം അത് എടുത്തു പറയുന്നുണ്ട്, എനിക്ക് ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ഞാൻ മറ്റൊരു മതസ്ഥനാണ്. അദ്ദേഹം അവസാനം അത് പറയുന്നുണ്ട്, ഞാൻ മറ്റൊരു മതസ്ഥനാണെങ്കിൽ പോലും മിഷണറിമാരുടെ സംഭാവന എനിക്ക് അംഗീകരിക്കാതെ കഴിയത്തില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ ഗാന്ധിജിയോട് അനേക പ്രാവശ്യം ചോദിച്ചു തെളിവ് എവിടെ. ഗാന്ധിജിയുമായിട്ട് കറസ്പോണ്ടൻസ് ചെയ്തു. 50 വർഷം എന്ന് പറയുമ്പോൾ 1881. 1881 ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ആദ്യത്തെ സെൻസസ്, ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് 1881 തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ആധികാരികമായ തെളിവിടാ സെൻസസ് ആണ്. ഗാന്ധിജി എന്തുകൊണ്ട് സെൻസസ് ചൂണ്ടിക്കാട്ടിയില്ല? കാരണം സെൻസസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സർവേ എടുത്തിട്ട്, ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ പറയുന്ന കാര്യമല്ല. സെൻസസ് എന്ന് പറയുന്ന അനക്ഡോട്ടൽ എവിഡൻസ് അല്ല. സെൻസസ് എന്ന് പറയുന്നത് അക്കമിട്ട് ആളുകളെ കൃത്യമായിട്ട് എടുത്തുന്ന രേഖയാണ്. സെൻസസ് എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഗാന്ധിജി പറഞ്ഞ 50 വർഷം പച്ചക്കള്ളമാണ്. കാരണം സെൻസസ് പ്രകാരം, സെൻസസിൻ്റെ ഗ്രാഫ് അദ്ദേഹം കാണിക്കുന്നുണ്ട്, അടുത്ത സ്ലൈഡിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. സെൻസസ് പ്രകാരം, ഇത് സെൻസസിൻ്റെ ആദ്യത്തെ ചെറിയ ഗ്രാഫ്, മെയിൽ മൊത്തം പേഴ്സൺസ്, ഇത് അദ്ദേഹം 1000-ലാണ് വെച്ചിരിക്കുന്നത്.
അതായത് 4% താഴെയായിരുന്നു 1881 ഇന്ത്യയിലെ വിദ്യാഭ്യാസം. അത് 8% 1931 ആയപ്പോഴത്തേന് വർദ്ധിച്ചു. അപ്പൊ കുറഞ്ഞോ വർദ്ധിച്ചോ? സെൻസസ് പ്രകാരം വർദ്ധിച്ചു. ഇതിൽ പുരുഷന്മാരുടെ സംഖ്യ നേരത്തെ ഏതാണ്ട് 7% 14% ഡബിളായി. അതേപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ ഇദ്ദേഹം എല്ലാ റിപ്പോർട്ടിലും പറയുന്നുണ്ട്, സ്ത്രീകളെ പഠിപ്പിക്കാൻ പോലും വിട്ടിരുന്നില്ല. അത് നമ്മൾ തുടർന്ന് കാണാം. അവിടെയും വളരെ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ 100-ൽ 50 എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിജി പറഞ്ഞാലും വസ്തുനിഷ്ഠമല്ലെങ്കിൽ അത് അസത്യം തന്നെ ആണ്. അപ്പൊ 50 വർഷത്തെ കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയത്തിന് കാര്യമില്ല. ഗാന്ധിജി തെളിവ് പറഞ്ഞില്ലെങ്കിലും സെൻസസ് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇനി 100 വർഷത്തെ കാര്യമാണ് പറയുന്നത്. 100 വർഷത്തെ കാര്യം പറയുമ്പോഴത്തേന് വീണ്ടും ഫിലിപ്പ് ഹാർട്ടോഗ് ഈ റിപ്പോർട്ടുകൾ എടുത്തിട്ട് ആ റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ തെളിയിക്കുന്നുണ്ട് ഇത് വാസ്തവമല്ലെന്ന്. അദ്ദേഹം പറയുന്ന സ്കൂളുകളുടെ എണ്ണം, അന്ന് ലഭ്യമായിരിക്കുന്ന ലിറ്ററസി സർവേ എന്ന് പറയുമ്പോൾ മൊത്ത പോപ്പുലേഷൻ്റെ ഒരു സെൻസസ് അല്ല, ചില ജില്ലകളുടെ സർവേ. ആ സർവേയാണ് നമുക്ക് കിട്ടുന്ന ബെസ്റ്റ്. നമുക്ക് മൊത്ത പോപ്പുലേഷൻ കിട്ടിയില്ലെങ്കിലും ഒരു ജില്ലയിലെ പോപ്പുലേഷൻ കിട്ടിയാൽ ബാക്കി എല്ലായിടത്തും അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഈ ശതമാനം തന്നെയൊക്കെ എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. സെൻസസിനേക്കാൾ താഴെയാണ് ആ തെളിവിൻ്റെ ആധികാരികത, പക്ഷെ വെറും അനുമാനത്തെക്കാൾ മുകളിലാണ്. എന്നാൽ ഗാന്ധിജി ഈ ഫിലിപ്പ് ഹാർട്ടോഗിൻ്റെ റിപ്പോർട്ട് കണ്ടില്ലെന്ന് നടിച്ചല്ല, ഫിലിപ്പ് ഹാർട്ടോഗിൻ്റെ റിപ്പോർട്ടിനോട് എൻഗേജ് ചെയ്യാതെയാണ് ഗാന്ധിയനായ ധരംപാല് 1981 ഗാന്ധിജി പറഞ്ഞതിന് ശേഷം ഏതാണ്ട് പിന്നീട് 50 വർഷം കഴിഞ്ഞ ശേഷം ഫിലിപ്പ് ഹാർട്ടോഗ് 1938 മറുപടി എഴുതി. ഇതിനെ ഒന്നും എൻഗേജ് ചെയ്യാതെ ഫിലിപ്പ് ഹാർട്ടോഗിന് ഞങ്ങളുടെ ഹൈന്ദവ ധർമ്മം അതിനെപ്പറ്റി അംഗീകരിക്കാൻ അദ്ദേഹത്തിന് മടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ഗാന്ധിജി പറഞ്ഞത് സമ്മതിക്കാതിരുന്നത്. തന്നെയല്ല, അദ്ദേഹം തെളിവുകൾ ചോദിക്കുകയാണ്. എന്ത് തെളിവാണ് 1981 മുമ്പ് കിട്ടേണ്ടത്? സെൻസസ് ഏത് ലോകത്താണ് ഉണ്ടായിരുന്നത്? ശരിയാണ്. എന്നാൽ ഫിലിപ്പ് ഹാർട്ടോഗ് ഇത് മറുപടി പറയുമ്പോൾ ഫിലിപ്പ് ഹാർട്ടോഗ് പറയുന്നത് ഇവരെ ആകെപ്പാടെ എടുക്കുന്ന ഒരു തെളിവെന്ന് പറയുന്നത് സ്കൂളുകളുടെ സംഖ്യയാണ്. ഈ സ്കൂളുകൾ എത്ര ഉണ്ടായിരുന്നു? അപ്പോൾ സ്കൂൾ ഒരു ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ഇത്ര ഉണ്ടെന്ന് അവർ വരുത്തുകയാണ്. ഫിലിപ്പ് ഹാർട്ടോഗ് ആ സംഖ്യ കണ്ണിച്ച് കളയുന്നുണ്ട്. ഫിലിപ്പ് ഹാർട്ടോഗ് എന്നാൽ ചെയ്യാതെ പോയൊരു കാര്യമുണ്ട്. അതാണ് ഞാൻ ആദ്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ സ്കൂൾ എന്തായിരുന്നു എന്ന് ആളുകളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ സ്കൂൾ എന്താണെന്ന് ഇവർ മനസ്സിലാക്കാത്തടത്തോളം കാലം ഇത്ര സ്കൂൾ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ പറയും ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം സ്കൂളുകൾ എന്തായിരുന്നു എന്ന് പറയാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഈ 3 റിപ്പോർട്ടുകളിൽ ഇവർ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത് ലെറ്റിനറിൻ്റെ റിപ്പോർട്ടാണ്. ഈ ലെറ്റിനർ എന്ന് പറയുന്ന ആള് UK ആദ്യത്തെ പർപ്പസ് ഡ്രിവൺ മോസ്ക് സ്ഥാപിച്ച ആളാണ്. ഈ മോസ്ക് ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ മോസ്കിന് അദ്ദേഹം സ്ഥാപിച്ചാണ്. അദ്ദേഹം പറഞ്ഞ മദ്രാസകളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. ഈ ബ്യൂട്ടിഫുൾ ട്രീയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളത് കാണുന്നതാണ്. ഈ ലെറ്റിനറി റിപ്പോർട്ടാണ് ആക്ച്വലി ഏറ്റവും അൺറിലയബിൾ ആയിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. കാരണം 1981 ലെറ്റ്നർ 1960കളിലെ പറ്റിയും 40കളിലെ പറ്റിയും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹിയർസയാണ്. വില്യം ആഡംസും തോമസ് മൺട്രോയും അക്കാലത്ത് അവരുടെ കാര്യത്തെപ്പറ്റി പറയുന്ന അതിനാണ് ആധികാരികത കൂടെ. അത് ഇവർ അംഗീകരിക്കുന്നില്ല. ഇവർ പറയുന്ന അതിൻ്റെ ആധികാരികത കുറവാണെന്ന്. കാരണം നേരിട്ട് കണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ പറയുന്നതിന് വിരോധമായിട്ടാണ് വരുന്നത്. 3 ലെറ്റിനറി റിപ്പോർട്ട് നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമല്ല. കാരണം ലെറ്റിനറി റിപ്പോർട്ടിൻ്റെ സമയത്ത് സെൻസസ് ഉള്ളപ്പോൾ നമ്മളെന്തിനാ വേറെ റിപ്പോർട്ടിൽ പോകുന്നത്? ഇതിൽ ഏറ്റവും ആധികാരികം എന്ന് പറയുന്നത് വില്യം ആഡംസിൻ്റെ റിപ്പോർട്ടാണ്. വില്യം ആഡംസിൻ്റെ 3 റിപ്പോർട്ടുണ്ട്. ഈ 3 റിപ്പോർട്ടിൽ ആദ്യത്തെ വില്യം ആഡംസിൻ്റെ റിപ്പോർട്ട് തോമസ് മൺട്രോയുടെ റിപ്പോർട്ട് പോലെയാണ്. കാരണം ബാക്കി എല്ലാവർക്കും ക്വസ്റ്റ്യൻ അയക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് ശേഖരിക്കുകയോ ചെയ്തതാണ്. അന്നത്തെ എഡ്യൂക്കേഷൻ കമ്മിറ്റി വില്യം ആഡംസിനോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നിട്ട് യാതൊരു കാര്യവുമില്ല, നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യുക, നിങ്ങൾ
വലിയ സ്ഥലങ്ങൾ കവർ ചെയ്യാതെ ഒരു പ്രത്യേക സ്ഥലമെടുത്ത് അവിടെ പോയി പഠനം ചെയ്യുക, ഫീൽഡ് വർക്ക് ചെയ്ത് കൃത്യമായ ഡേറ്റ ഞങ്ങൾക്ക് താ എന്ന് പറഞ്ഞാണ് അദ്ദേഹം രണ്ടാമത്തെ മൂന്നാമത്തെ റിപ്പോർട്ട് എഴുതുന്നത്. അതിനകത്ത് ലിറ്ററസി സർവേ ഉണ്ട്, അതിനകത്ത് ആക്ച്വൽ ലിറ്ററസി സർവേ ഉണ്ട്. ഒരു ജില്ലയാണെങ്കിൽ ജില്ല, ആ ജില്ലയുടെ ലിറ്ററസി സർവേ ഉണ്ട്. പക്ഷെ അതിൻ്റെ ആധികാരികത ഏറ്റവും കൂടുതലാണ്. അത് കഴിഞ്ഞ് തോമസ് മൺട്രോയുടെയും മൂന്നാമത് ലെഫ്റ്റനൻ്റെയും ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഫിലിപ്പ് ഹാർട്ടോഗിൻ്റെ റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഇവിടുത്തെ സ്കൂളുകൾ, ഇവർ പറയുന്ന സ്കൂൾ എന്താണ്, ഇവിടുത്തെ സ്കൂളുകളുടെ ഗതി എന്തായിരുന്നു എന്ന് നോക്കാം. പ്രധാനമായിട്ട് സ്കൂളുകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: എലമെൻ്ററി ഇൻസ്ട്രക്ഷൻ സ്കൂളും സ്കൂൾസ് ഓഫ് ലേണിംഗ്. ഈ എലമെൻ്ററി സ്കൂൾസ് ഓഫ് ഇൻസ്ട്രക്ഷനും സ്കൂൾസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളിന്ന് ചിന്തിക്കുന്ന മാതിരി പ്രൈമറി സ്കൂളിൽ നിന്ന് സെക്കൻഡറി സ്കൂളിലേക്കും സെക്കൻഡറി സ്കൂളിൽ നിന്ന് കോളേജിലേക്കും പോകുന്ന മാതിരിയേ അല്ല. അത് നമ്മൾ ആദ്യമേ അടിവരയിടണം. എലമെൻ്ററി സ്കൂളും സ്കൂൾ ഓഫ് ലേണിംഗും തമ്മിൽ ആഡം അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്, വില്യം ആഡം അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഒരു ബന്ധവുമില്ല. എലമെൻ്ററി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഭാഷയല്ല സ്കൂൾ ഓഫ് ലേണിംഗിൽ പഠിപ്പിക്കുന്നത്. എലമെൻ്ററി സ്കൂളിൽ വെർനാക്കുലർ ലാംഗ്വേജ് ആണ്, മലയാളം, തമിഴ്, ബംഗാളി ഇങ്ങനെയുള്ള ഭാഷകളാണ് പഠിപ്പിക്കുന്നത്. സ്കൂൾ ഓഫ് ലേണിംഗ് സംസ്കൃതമാണ്. ഇവിടെ പഠിച്ചിട്ടല്ല ഒരുത്തൻ അങ്ങോട്ട് പോകുന്നത്. എലമെൻ്ററി സ്കൂളിൽ നിന്ന് അവന് മേളിലോട്ടൊരു സ്കൂളേ ഇല്ല ഹിന്ദുസിനെ സംബന്ധിച്ചോളം. മുസ്ലിമിനെ സംബന്ധിച്ചോളം ഉണ്ട്. എന്നാൽ ഹിന്ദുസിന് സ്കൂളെന്ന് പറയുമ്പോൾ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അടയാളപ്പെടുത്തലാണത്. അദ്ദേഹം അതുകൊണ്ട് എലമെൻ്ററി സ്കൂൾസ്, എലമെൻ്ററി ബംഗാളി സ്കൂള്, എലമെൻ്ററി പേർഷ്യൻ സ്കൂള്, എലമെൻ്ററി അറബിക് സ്കൂള്, എലമെൻ്ററി പേർഷ്യൻ ആൻഡ് ബംഗാളി സ്കൂള് ഇങ്ങനെ പറഞ്ഞ് 5ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്കൂള് എലമെൻ്ററി സ്കൂളാണ്. ഈ സ്കൂള് അതിൻ്റെ എന്തായിരുന്നു സ്കൂള്? അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അതിനൊരു കെട്ടിടമോ ഒരു നിയമിക്കപ്പെട്ട സ്ഥലമോ ഇല്ല. വില്യം ആഡംസിൻ്റെ റിപ്പോർട്ടിലും തോമസ് മൺട്രോയുടെ കളക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിലും ഇത് പറയുന്നുണ്ട്. ഒരു അധ്യാപകൻ്റെ ക്വാളിറ്റി നമ്മൾ പിന്നീട് നോക്കും. മരത്തിൻ്റെ ചുവട്ടിലോ വീട്ടിൻ്റെ വരാന്തയിലോ അല്ലെങ്കിൽ താൽക്കാലികമായി കെട്ടിയിരിക്കുന്ന ഒരു ഷെഡിലോ 4 മുതൽ 30 വരെയുള്ള വിദ്യാർത്ഥികളെ, 4 വിദ്യാർത്ഥികളാകാം, 10 വിദ്യാർത്ഥികളാകാം, 30 വിദ്യാർത്ഥികളാകാം, ഇത്രയും വിദ്യാർത്ഥികളെ ഇരുത്തി ചില മണിക്കൂറുകൾ പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സ്കൂൾ എന്ന് അന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർക്കണം. തൃശ്ശൂരിൽ 1000 സ്കൂളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ സ്കൂൾ മനസ്സിൽ കാണരുത്. ഇന്നത്തെ സ്കൂളിനനുസരിച്ച് 1000 സ്കൂളിലൂടെ ചേർത്താലും ഒരു സ്കൂൾ ആകത്തില്ലേ ചിലപ്പം, കേട്ടോ. അത് നമ്മൾ ആദ്യമേ ഓർക്കണം. ഇതിൻ്റെ പ്രോബ്ലം എന്താണ്? ഇതിൻ്റെ പ്രോബ്ലം ഈ റിപ്പോർട്ടുകളിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇത് ഈ സ്ലൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോയിന്റ് പറയുന്നുണ്ട്. ഈ 2 സ്കൂൾ ഓഫ് ലേണിംഗും എലമെൻ്ററി സ്കൂളും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ ലോകത്തിലെങ്ങും ഇല്ലായിരുന്നു. അത് നമ്മൾ ഓർക്കണം. ഇന്ത്യയിലെ മാത്രം പ്രത്യേകതയാണിത്, ലോകത്തിലെങ്ങും ഇല്ലായിരുന്നു. ഇനി ഈ എലമെൻ്ററി സ്കൂളിന് സ്ഥാപനം ഇല്ലാത്തതുകൊണ്ട് എന്താ ഇത് കുഴപ്പം? മഴ പെയ്ത സ്കൂളില്ല. ഒരു സാറാ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1881 ബണ്ടാക്കർ ആർ ജി ബണ്ടാക്കർ എന്ന് പറഞ്ഞ ആർ ജി ബണ്ടാക്കറിൻ്റെ ഇന്ന് പൂനെയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അദ്ദേഹം ഒരു ഹിന്ദു റിഫോമറാണ്, അപ്പർ കാസ്റ്റ് ബ്രാഹ്മൺ റിഫോമറാണ്. അദ്ദേഹം എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധ്യാപകന് തോന്നിയാൽ പഠിപ്പിക്കും, അധ്യാപകനില്ല ഞാനിതിന് അടുത്ത സ്ഥലത്തേക്ക് പോവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു അധ്യാപകന് മനസ്സ് തോന്നണം വരെ, ആർക്കെങ്കിലും മനസ്സ് തോന്നണം വരെ സ്കൂളേ ഇല്ല. ഇത് ആർക്കു വേണ്ടിയാ? ബ്രാഹ്മണനല്ല കേട്ടോ, മറ്റുള്ളവർക്ക്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ ഇത് തറച്ചു കയറാൻ പാടാ. ഈ എലമെൻ്ററി സ്കൂൾ എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് വേണ്ടിയല്ല. ബ്രാഹ്മണരിൽ ഏതെങ്കിലും കുട്ടികൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവൻ 1-2 അക്ഷരം പഠിച്ചു കഴിയുമ്പോൾ അവനെ അപ്പുറത്തോട്ട് മാറ്റും. ഇത് സാധാരണക്കാരൻ്റെ പിള്ളേർക്ക് വേണ്ടിയാണ്. സാധാരണക്കാരൻ്റെ പിള്ളേര് എവിടെയെങ്കിലും ഇരുന്ന് അവൻ പഠിക്കട്ടെ, പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട. ബ്രാഹ്മണരുടെ സ്കൂളിനോ ഇവർക്ക് സ്കൂൾ ഉണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല കേട്ടോ. ബ്രാഹ്മണരുടെ സ്കൂളിന് കെട്ടിടമുണ്ട് എന്ന് പറയുന്ന മാതിരി വലിയ കെട്ടിടമല്ല,
പക്ഷെ പല സ്ഥലങ്ങളിലും അവരുടെ സ്കൂളിന് സാറിന് താമസിക്കാനും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും സെപ്പറേറ്റ് കെട്ടിടമുണ്ട് ബ്രാഹ്മണർക്ക്, മറ്റവന് ഇല്ല. എന്ന് മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് പാർക്കാൻ കൂടെ ബ്രാഹ്മണന് ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ എങ്ങനെ ചെയ്യണമെന്ന് നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ലല്ലോ, അല്ലേ? എങ്ങനെ മര്യാദയ്ക്ക് സ്കൂൾ നടത്തണമെന്ന് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അത് നിന്റെ മക്കൾക്ക് മതിയെന്ന് നിശ്ചയിച്ചത് കൊണ്ടാണ്. ഈ ഉപദേശം എവിടെ നിന്നാണ് വരുന്നത്? ഇത് ഭഗവത്ഗീതയിൽ നിന്ന് വരുന്നതാണ്. ഭഗവത്ഗീതയിലെ നമുക്കറിയാം 18:41 മുതൽ 47 വരെയുള്ള പറയുന്നത്, ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രനും ആദ്യമേ തന്നെ ഭഗവാൻ അങ്ങ് ജോലി നിശ്ചയിച്ചിരിക്കുകയാണ്. ആ ജോലി നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇവൻ ജോലി ചെയ്താൽ മതി. എന്നിട്ട് പറയുന്ന ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ധർമ്മം നീ നല്ലതായിട്ടല്ല ചെയ്തതെങ്കിൽ പോലും കുഴപ്പമില്ല, പരധർമ്മം നിനക്ക് നിന്റെ ധർമ്മത്തെക്കാൾ പരധർമ്മം നന്നായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല, നീ നിന്റെ ധർമ്മം ചെയ്താൽ മതി. അപ്പൊ 5-ാം വയസ്സിൽ അവൻ എന്ത് ജോലി ചെയ്യണമെന്നുള്ളത് അടയാളപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസം നമ്മളെ മേലോട്ട് നയിക്കാൻ വേണ്ടിയല്ല, നമ്മളെ ചെങ്ങലയിടാൻ വേണ്ടിയുള്ള അടയാളപ്പെടുത്തലുകളായിരുന്നു. ഇതാണോ മിഷണറിമാർ ഇവിടെ കൊണ്ടുവന്നത്? മിഷണറിമാർ ഒരിക്കലും ഇവിടെ അല്ല കൊണ്ടുവന്നത്. പഠിപ്പിക്കാൻ പുസ്തകങ്ങളില്ല, പിന്നെന്താ പഠിപ്പിക്കുന്നത്? എലിമെന്ററി സ്കൂളില്ല, സ്കൂളിന് പഠിപ്പിക്കാനായിട്ട് പുസ്തകമില്ല. 1-2 അല്ലെങ്കിൽ ചുരുക്കം ചില മാനസ്ക്രിപ്റ്റ് അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ, ബെല്ലാരിയിലെ കളക്ടർ തോമസ് മൺട്രോയ്ക്ക് അയച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത് മുഴുവൻ തെറ്റാണ്. ഇവരുടെ കോപ്പി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്ഷരത്തെറ്റുകളും പെശകുകളുമാണ് ഈ മാനസ്ക്രിപ്റ്റ് മുഴുവൻ. വില്യ മാഡത്തിൻ്റെ റിപ്പോർട്ട്, ഇത് നമ്മൾ ഓർക്കണം, ഒന്ന് തമിഴ്നാട്ടിൻ്റെ റിപ്പോർട്ടാണ്, ഒന്ന് ബംഗാളിൻ്റെയും ബീഹാറിൻ്റെ റിപ്പോർട്ടാണ്. പക്ഷെ രണ്ടും കൃത്യമായിട്ട് ഒന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭാരതം മുഴുവൻ സംഭവം ഇത് തന്നെയായിരുന്നു. വില്യ മാഡവും പറയുന്നത് ഇത് തെറ്റാണെന്ന് മാത്രമല്ല, പഠിപ്പിക്കുന്നവൻ ഇത് എങ്ങനെയാ തിരുത്തേണ്ടതെന്ന് പോലും അറിയത്തില്ലെന്നാണ് പറയുന്നത്. പഠിപ്പിക്കുന്നവന് ഇതെങ്ങനെയാണ് തിരുത്തേണ്ടതെന്ന് പോലും അറിയത്തില്ല. അടുത്ത സ്ലൈഡിൽ അതുണ്ട്. അവസാനത്തെ ലൈന് നിങ്ങൾ നോക്കിയാൽ, ദ ഇംപെർഫെക്റ്റ് ക്വാളിഫിക്കേഷൻസ് ഓഫ് ദ ടീച്ചർ ഡു നോട്ട് എനേബിൾ ഹിം ടു കറക്റ്റ്. ഇത് ബ്രാഹ്മണന്റെ പിള്ളേർക്കല്ല കേട്ടോ, നിങ്ങളത് എപ്പോഴും ഓർക്കണം. ഇന്ത്യയിലെ സ്കൂളുകൾ ജാതിയെ അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള സ്കൂളുകളായിരുന്നു. ബ്രാഹ്മണന്റെ സ്കൂളുകൾ വ്യത്യാസമാണ്. ബ്രാഹ്മണന്റെ സ്കൂളില് യോഗ്യത എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഇന്ന് പറയുന്ന മാതിരി നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല. അന്ന് അവർക്ക് ഉണ്ടായിരുന്നതായ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത് പഠിപ്പിക്കാനായിട്ട് കഴിവുള്ള ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരായിരുന്നു. അതെന്ത് തന്നെയായിട്ട് അവരെ പഠിപ്പിച്ചത് എന്ത് തന്നെയായിട്ട് ഉള്ളടക്കം ഞാൻ പറയുന്നില്ല, പക്ഷെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ളവരായിരുന്നു. അവർക്ക് എഴുത്തും വായനയും നന്നായിട്ട് അറിയാവുന്നവരായിരുന്നു. പഠിപ്പിക്കാനായിട്ട് മാനസ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ശൂദ്രന്റെയും ദളിതനെ അടുപ്പിച്ചിരുന്നില്ല, അത് വേറെ കാര്യം. ശൂദ്രന്റെ പിള്ളേര് അവൻ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകട്ടെ, എൻ്റെ മക്കള് നന്നായിട്ടൊരു സ്ഥലത്തിരുന്ന് യോഗ്യരായ അധ്യാപകര് വെച്ച് പഠിപ്പിക്കണം. ഇതായിരുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. ഞാൻ അത് പറഞ്ഞതുപോലെ അടുത്തത് അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അത് ഞാൻ ഓൾറെഡി കവർ ചെയ്തു. ഇതും എല്ലാ റിപ്പോർട്ടിലും നമ്മൾ ഓർക്കേണ്ടത്, ഇത് ഒരു സ്ഥലത്തെ റിപ്പോർട്ടിൽ മാത്രമല്ല പറയുന്നത്. ബംഗാള്, ബീഹാർ, ബോംബെ, മദ്രാസ്, ഇതിലേത് റിപ്പോർട്ടുകൾ പല സമയത്ത് എടുത്തെന്ന് പറഞ്ഞാലും ഇതേ കാര്യം തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം നമുക്കൊരു സംശയം തോന്നാം, അധ്യാപകന് യോഗ്യതയില്ല, പഠിപ്പിക്കാൻ മെറ്റീരിയൽസ് ഇല്ല, ഇരിക്കാൻ സ്കൂളില്ല, പിന്നെ ഈ പിള്ളേരെ എങ്ങനെയാണ് അവിടെ നിന്ന് പേടിപ്പിച്ചിരിക്കുന്നത്? കാരണം പഠിപ്പിച്ചാലല്ലേ വലിയ ബഹുമാനം വരികയുള്ളൂ. സാറ് പഠിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ സാറിനെ ആരെങ്കിലും ബഹുമാനിക്കും? സാറിന് തെറ്റ് തിരുത്താൻ അറിയത്തില്ലെങ്കിൽ സാറിനെ ആരെങ്കിലും ബഹുമാനിക്കുമോ? അപ്പോൾ ഇവർക്കുണ്ടായിരുന്നൊന്നറിയാമോ? ടോർച്ചർ. 15 തരം ടോർച്ചർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ടോർച്ചറൊക്കെ അതിഭീകരമാണ്. എന്ന് പറഞ്ഞാൽ ഈ ടോർച്ചറിൽ കൂടെ ഒരു വിദ്യാർത്ഥി കടന്നുപോയി കഴിഞ്ഞാൽ
ഒരു സാഡിസ്റ്റിന് മാത്രമേ ഈ ടോർച്ചർ ചെയ്യാനായിട്ട് ഒക്കുകയുള്ളൂ. ഈ ടോർച്ചറിൽ കൂടെ കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥി സൈക്കോളജിക്കലി ഡാമേജ്ഡ് ആണ്. അവനൊരു പൊതുസമൂഹത്തിൽ ജീവിക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയത്തില്ല. ടോർച്ചർ 15 എണ്ണത്തിൽ ചിലത് ഞാൻ എടുത്തിട്ടിരിക്കുന്നതാണ്. ആൺകുട്ടികളെ കുനിച്ചു നിർത്തി അവൻ്റെ മേല് ഒരു വലിയ കല്ല് വെക്കും, പിന്നെ ഒന്ന് കഴുത്തി കെട്ടും. അങ്ങനെ അവൻ മണിക്കൂർ നിൽക്കണം. ഇല്ലെങ്കിൽ അവനെ പുള്ളി കൊണ്ട് എവിടെയെങ്കിലും കെട്ടിത്തൂക്കും, മരത്തില് കാല് കെട്ടിത്തൂക്കും. എന്ത് വലിയ ശിക്ഷാവിധിയ, മനോഹരമായൊരു ശിക്ഷാവിധിയ ആർഷഭാരത്തിന്റെ അല്ലേ. അത് മാത്രമല്ല, ചാക്കില് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പൂച്ചയോടോ പട്ടിയോടോ കൂടി കുട്ടിയെ കെട്ടുക, എന്നിട്ട് ഉരുട്ടുക. എന്താ ഇത്, ഭ്രാന്തല്ലേ ഇവർക്ക്? ഇത് ശാസനമാണോ? ഇത് ടോർച്ചറാണ്. ഇത് വിദ്യാർത്ഥികളെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി വരുന്നതല്ല, അവരെ ഭയപ്പെടുത്താൻ വേണ്ടി, അവരെ പീഡിപ്പിച്ച് നിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെയായിരുന്നു ഇവരുടെ സ്കൂളിൽ മനോഹരമായ ബ്യൂട്ടിഫുൾ ട്രീയിൽ നടന്നുകൊണ്ടിരുന്നതായ കാര്യം. ഇത് ഞാൻ പറഞ്ഞതുപോലെ അടുത്ത ബെല്ലാരിയിലെ റിപ്പോർട്ടിനകത്തും നമ്മൾ ഇതേ കാര്യം തന്നെയാണ് കാണുന്നത്. കാരണം ആദ്യം ഒരു വിദ്യാർത്ഥി കടന്നു വരുന്ന, അവൻ അടിയില്ല, അതൊരു അടുത്ത തമാശയാണ്. രണ്ടാമത് വരുന്നവന് ഒരടി. എല്ലാവരും 10 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലായിരിക്കും വരുന്നത്, അല്ലാതെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്നൊന്നും കാര്യമല്ല. ആദ്യമേ വരുന്നവന് അടിയില്ല, രണ്ടാമത് വരുന്നവന് ഒരടി, മൂന്നാമത് വരുന്നവന് 2 അടി, നാലാമത് വരുന്നവന് 3 അടി, അഞ്ചാമത് വരുന്നവന് 4 അടി. ഇങ്ങനെ 30 പിള്ളേരുണ്ടെങ്കിൽ 30ാമത് കയറിയവൻ്റെ കാര്യം കഴിഞ്ഞു. അതുകൊണ്ട് ഈ സ്കൂളുകളിലൊക്കെ 10 പിള്ളേർ കൂടുതൽ, അല്ലാതെ 5 പിള്ളേർ കൂടുതലാകരുതെന്ന് നമ്മൾ തന്നെ പ്രാർത്ഥിച്ചു. എല്ലാ സ്കൂളുകളിലും അടിയാ രാവിലെ. പിള്ളേർക്ക് പേടിപ്പിച്ച് നിർത്തുക, കാരണം പഠിപ്പിക്കാനൊന്നും അറിയത്തില്ല, അവനെ അവിടെ ഇരുത്തണ്ടേ. ഇതായിരുന്നു ഇവിടുത്തെ സ്കൂൾ സമ്പ്രദായം എന്ന് പറയുന്നത്. പൊതുജനത്തിന് വേണ്ടിയുള്ള സ്കൂൾ സമ്പ്രദായം ഇവിടെയാണ്. പിന്നെ ഇവര് TG മോഹൻദാസ് സാറ് പറഞ്ഞു, പെൺകുട്ടികൾ എത്ര എന്നുള്ള കണക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. എവിടെയാ സാറേ അത് പറഞ്ഞിട്ടുണ്ട്? പെൺകുട്ടികൾ എവിടെയാണെന്നുള്ള കണക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. പെൺകുട്ടികളുടെ കാര്യം ഒന്ന് നോക്കാം. അടുത്ത കാര്യം, പെൺകുട്ടികളുടെ കാര്യത്തിൽ തിരുനെൽവേലി കളക്ടർ പറയുന്നത് ഡാൻസിങ് ഗേൾസ്. ഡാൻസിങ് ഗേൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദേവദാസികൾ, അമ്പലവേശികൾ. ഇവരെ അല്ലാതെ ബാക്കി ആരെയും പഠിപ്പിക്കാറില്ല. വലിയ കാര്യം കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഭാരതത്തിൽ ഒട്ടുനീളം എല്ലാ, മധുരയിലെ കളക്ടർ, ഫീമെയിൽ ചിൽഡ്രൻ ഡിവോട്ടഡ് ഫോർ ദ പ്രൊഫഷൻ ഓഫ് ഡാൻസിങ് ഗേൾസ് ആർ ദ ഓൺലി വൺ ഹു ഇൻസ്ട്രക്റ്റഡ് അറ്റ് ദ സ്കൂൾ. അവരെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. മൗസലിപട്ടണത്തിലെ കളക്ടർ, വിത്ത് ദി എക്സെപ്ഷൻ ഓഫ് ഡാൻസിങ് ഗേൾസ്, it is very seldom that women of other caste are publicly educated in this part of the country. വില്യം ആഡംസും പറയുന്നത് 1-2 വിദ്യാർത്ഥികൾ അവിടെ ഇവിടെയും പെൺപിള്ളേരെ കണ്ടാലായി കണ്ടില്ലേലായി, പക്ഷേ നമ്മൾ അവരെ കണക്കിലെടുക്കേണ്ട കാര്യം പോലും ഇല്ല എന്നുള്ളതാണ്. ഇതിനൊരു വലിയ പ്രശ്നം ഉണ്ടറിയാമോ? 50% മൊത്ത പോപ്പുലേഷൻ്റെ 50% നമ്മൾ പഠിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, സ്ത്രീകൾ പഠിച്ചില്ലെങ്കിൽ മക്കൾ പഠിക്കുമോ? ഇല്ല. നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം എടുത്തു നോക്കിയോ, താലിബാനിലോട്ട് അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോഴത്തെ കണക്കെടുത്ത് നോക്കിയോ. 2025 അഫ്ഗാൻ വന്ന് സ്ത്രീകളുടെ പഠനം നിരോധിച്ചപ്പോൾ സ്ത്രീകളുടെ പഠനത്തിനല്ല പ്രശ്നം വന്നത്, ആൺകുട്ടികളുടെ പഠനത്തിന് പ്രശ്നം വന്നു. കാരണം അമ്മമാര് പഠിച്ചാലേ പിള്ളേർ പഠിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഓർക്കണം, ഈ നാട്ടിൽ സ്ത്രീകളെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമേ ഇല്ലായിരുന്നു, ചുരുക്കം ചിലതല്ലാതെ. ചുരുക്കം ചിലത് വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി അത് ഇറലവൻ്റ് ആണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യം പോലുമല്ല. എന്ന് മാത്രമല്ല, ആഡം പറയുന്ന ഒരു കാര്യമുണ്ട് അടുത്തതിലേക്ക്. ഇറ്റ് ഈസ് കൺസിഡർ ഹൈലി ഇംപ്രോപ്പർ ടു ബിസ്റ്റോ എനി എഡ്യൂക്കേഷൻ ഓൺ വുമൺ ആൻഡ് നോ മാൻ വുഡ് മാരി എ ഗേൾ ദാറ്റ് വാസ് നോൺ ടു ബി കേപ്പബിൾ ഓഫ് റീഡിങ്. നല്ല വീട്ടിൽ നല്ല തറവാട്ടി പറഞ്ഞ പെൺപിള്ളേർ അവിടെ ഒന്നും നമ്മൾ പഠിപ്പിക്കാനായിട്ട് പാടില്ല. എഴുതാനും വായിക്കാനും അറിയാവുന്ന പെണ്ണിനെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ ഈ ആർഷഭാരത സംസ്കാരത്തിൽ? പെണ്ണ് പഠിച്ചു കഴിഞ്ഞാൽ അവൾ അഹങ്കാരിയായിട്ട് മാറും. ഇതാ ഇവരുടെ ചിന്ത. പെണ്ണ് അധികം പഠിക്കണ്ട, പെണ്ണിനെ അതുകൊണ്ട് ഒന്നുമേ പഠിപ്പിക്കുന്നില്ല.
ഇത് ആഡം ചില ഡിസ്ട്രിക്റ്റിലാണ്, പക്ഷെ നമ്മൾ മധുരയിലും കണ്ടത്, മദ്രാസ് പ്രസിഡൻസിയിലും കണ്ടത് ഇതേ സംഭവം തന്നെയാണ്. ഇതാണ് ഇവരുടെ വിദ്യാഭ്യാസമായിട്ട് ഇവിടെ നിലനിന്നിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഡാൻസിങ് ഗേൾസിനെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദേവദാസികളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇവർ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് തലതിരിക്കാൻ വലിയ മിടുക്കരാണ്. ഇവർ പറയും, ദേവദാസികളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മക്കളെ പഠിപ്പിക്കത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുമോ? ന്യായമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കും അങ്ങനെ ശരിയായിരിക്കുമല്ലോ. പക്ഷെ തലതിരിഞ്ഞ് എത്തിക്സാണ് ഇവരുടെ എന്നുള്ളതാണ് സത്യം. ഗാന്ധിജി ഒരിക്കൽ ചോദിച്ചു, പശുവിനെ ബഹുമാനിക്കുന്ന ഞങ്ങള് ബാക്കിയുള്ള മനുഷ്യരെ ബഹുമാനിക്കത്തില്ലെന്ന് ചിന്തിക്കുമോ? നിങ്ങളുടെ തലതിരിഞ്ഞ് എത്തിക്സാണ് അത് പ്രശ്നം. പശുവിനെയും കുരങ്ങിനെയും നമിക്കുന്ന നിങ്ങൾ, സാഷ്ടാംഗ വീണം പ്രണാമം ചെയ്യുന്ന നിങ്ങൾ, അടുത്ത വീട്ടിലെ മനുഷ്യനെ ദളിതനെന്ന് മുദ്രകൂത്തി ചവിട്ടാൻ വേണ്ടി തയ്യാറാകുന്ന നിങ്ങളുടെ തലതിരിഞ്ഞ എത്തിക്സിനേക്കാൾ വേറെ ഒരു എത്തിക്സ് ലോകത്തിലില്ല. ഇത്രയും തലതിരിഞ്ഞൊരു എത്തിക്സ് ഉണ്ടോ? ഇത്രയും അന്ധമായിട്ട് മൃഗത്തെ ആരാധിക്കുകയും മനുഷ്യനെ പുച്ഛിക്കുകയും ചെയ്യുന്ന എത്തിക്സിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? ദേവദാസികളെ പഠിപ്പിക്കുകയും സ്വന്തം പെമ്മക്കൾ പഠിക്കണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ഇവരുടെ മനോഭാവം എന്തായിരുന്നു? ഞാൻ പറഞ്ഞത്, ഈ ഒരു പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. സ്കൂൾ എന്ന് പറയുമ്പം ഇതിനെയാണ് ഇവർ പറയുന്നത്. ഈ സ്കൂൾ 1000 ഉണ്ടായിട്ട് ആരെങ്കിലും ഇവിടുന്ന് പഠിച്ചിറങ്ങും? ഞങ്ങൾക്ക് 100 കൂട്ടം സ്കൂളുകളായിരുന്നു. ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കോളേജ് എത്ര ഉണ്ടായിരുന്നു. ഞാൻ പോയി കോളേജിന്റെ കണക്ക് നോക്കി. കോളേജിൽ എത്ര വിദ്യാർത്ഥികൾ? 4 വിദ്യാർത്ഥി. ഒരു കോളേജിൽ 4 വിദ്യാർത്ഥി, ഒരു കോളേജിൽ 10 വിദ്യാർത്ഥി. ജോൺസൺ അച്ഛനൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള സാറേ, അച്ഛോ 4 വിദ്യാർത്ഥികളൊക്കെ കോളേജിലുണ്ടെങ്കിൽ കോളേജ് മുന്നോട്ട് കിടത്തുവാ. നമ്മളിപ്പോൾ ഇവരുടെ കോളേജാ 4 വിദ്യാർത്ഥി 10 വിദ്യാർത്ഥി. സ്കൂളിൻ്റെ എണ്ണവും കോളേജിൻ്റെ എണ്ണവും ഒന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട. നിങ്ങൾ എന്തായിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നതെന്നൂടെ പറയണം. ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ബോംബെയിൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ സെപ്പറേറ്റ് ആണ്, ഈ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം സെപ്പറേറ്റ് ആണ്. ഇതും ഗാന്ധിജി ഉദ്ധരിച്ചിട്ടില്ല. സത്യത്തിൽ ഇത് ഉദ്ധരിക്കുന്നതിന് ആവശ്യകതയുണ്ട്. കാരണം ഇതിനകത്ത് മൊഴി നൽകിയിരിക്കുന്ന പലരും പ്രഗത്ഭരായ ആളുകളാണ്. മഹാത്മാ ജ്യോതിറാവ് ഫൂലെ പോലെയുള്ളവർ ഇതിനകത്ത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുണ്ട്. ഞാൻ മഹാത്മാ ജ്യോതിറാവ് ഫൂലെയുടെ റിപ്പോർട്ട് എടുക്കുന്നുണ്ട് തുടർന്ന ശേഷം. 1881 മഹാത്മാ ജ്യോതിറാവ് ഫൂലെ പറഞ്ഞതിനേക്കാൾ പ്രാധാന്യമാണോ ലെറ്റ്നർ പറഞ്ഞത്? ഈ നാട്ടിലെ സ്ത്രീകൾക്കും ഈ നാട്ടിലെ പെൺകുഞ്ഞുങ്ങൾക്കും ഈ നാട്ടിലെ സാധാരണക്കാർക്കും വേണ്ടി പഠിപ്പിക്കാനായിട്ട് മുൻതിരിഞ്ഞിറങ്ങിയ മഹാത്മാ ജ്യോതിറാവ് ഫൂലെ പറഞ്ഞതിനേക്കാൾ മോസ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോയ ലെറ്റ്നർ പറഞ്ഞതിനാണോ നിങ്ങൾക്ക് പ്രധാനം? കാരണം നിങ്ങൾക്ക് സത്യമല്ല ആവശ്യം, നിങ്ങൾക്കൊരു നരേറ്റീവാണ് ആവശ്യം. അപ്പം ഈ സ്കൂളുകളിൽ ഇത് നമ്മൾ ഓർക്കണം. 1881 പറയുന്നതാണ് R.G. ഭണ്ഡാക്കറിനെ ഞാൻ ഉദ്ധരിക്കാനായിട്ട് ഉള്ള കാര്യം, മിഷണറിമാരൊക്കെ ഒത്തിരി പേര് ഇതിനകത്ത് മൊഴി നൽകുന്നുണ്ട്. പക്ഷെ മിഷണറിമാർ നൽകിയ മൊഴിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും നിങ്ങൾ മിഷണറിമാരുടെ മൊഴിയാണ് പറയുന്നതെന്ന് പറയും. R.G. ഭണ്ഡാക്കർ എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണരെ പറയുമ്പോൾ സാധാരണ ഇവർക്കൊരു വലിയ ഇന്നും ഒരു എളിമയുണ്ട്, ഭവ്യതയുണ്ട്. നമ്മൾ ബ്രാഹ്മൺസിൻ്റെ കുറച്ച് കാര്യം കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ മറുപടി പറയത്തില്ല ചിലപ്പോഴൊക്കെ. ഞാൻ ഒരു ഉദാഹരണം വിഷയത്തോടുള്ള ബന്ധത്തിലല്ലെങ്കിലും പറയാം. ആര്യന്മാർ പുറത്തുനിന്ന് വന്നതാണെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കടിച്ചു കീറാനായിട്ട് വരും. ആര്യന്മാർ പുറത്തുനിന്ന് വന്നതാണെന്ന് ബാലഗംഗാധർ തിലക് എന്ന് പറഞ്ഞ മറാഠി ബ്രാഹ്മണൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, പിന്നെ മിണ്ടതില്ല. നിങ്ങൾ ആദ്യം പോയി ബാലഗംഗാധർ തിലക് എഴുതിയിരിക്കുന്ന പുസ്തകം റെഫ്യൂട്ട് ചെയ്യുക. ധൈര്യമുണ്ടോ? ബ്രാഹ്മണൻ എന്ന പേര് കേൾക്കുമ്പം, അതും യഥാസ്ഥിതിക ബ്രാഹ്മണനാണെങ്കിൽ ഹിന്ദു മോച്ചാനിച്ച് നിൽക്കാൻ വേണ്ടി മാത്രമേ ഇവന്മാർക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ R.G. ഭണ്ഡാക്കർ എടുക്കുന്നത്. നിങ്ങളുടെ തമ്പ്രാൻ പറഞ്ഞിരിക്കുന്നത് there is no indigenous instruction for girls in the province which I am acquainted. എനിക്കറിയാവുന്ന സ്ഥലങ്ങളിലൊന്നും പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസമില്ല. ആരാണത് തുടങ്ങിയത്? 1881 ഇത് പറയുകയാണെങ്കിൽ 1824 അടുത്ത സ്ലൈഡിൽ കാണാം. ആ ബോംബെയിൽ തന്നെ R.G. ഭണ്ഡാക്കർ പ്രിൻസിപ്പൾ ആയിരുന്ന ആ ബോംബെയിൽ തന്നെ 1824 അത് സകല സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് ഈ ഭാരതത്തെ സേവിക്കാൻ വേണ്ടി വന്ന മിഷണറിമാർ തുടങ്ങി
പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. ഇന്ന് ഈ നാട്ടിൽ ഒരു ശശികല ടീച്ചർ ഉണ്ടെങ്കിൽ ടീച്ചർ നന്ദി പറയേണ്ടത് ഹൈന്ദവ ശാസ്ത്രത്തോടോ ഗുരുക്കന്മാരോടോ അല്ല, മിഷണറിമാരോടാണ്. അല്ലെങ്കിൽ ഡാൻസിങ് ഗേൾസിനെ മാത്രമേ ഇവിടെ പഠിപ്പിച്ചിരുന്നുള്ളൂ. ടീച്ചറെ പോലെ നല്ല ഒരാൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി ഇത് ശതമാനത്തിലേക്ക് നോക്കാനായിട്ട് പോകുന്നത്. എത്ര ശതമാനം ഉണ്ടായിരുന്നു എന്ന് ഇവിടെ ലിറ്ററസി, ഞാൻ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ലിറ്ററസി എത്ര വരെ ലിറ്ററേറ്റ് ആയിരുന്നു എന്ന് പറയുമ്പം അതിനുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയണം. സ്വന്തം പേര് സൈൻ ഇടാനോ, ബാക്കിയൊന്നും അവർക്ക് വായിക്കാൻ അറിയത്തില്ല, സ്വന്തം പേര് സൈൻ ഇടുക, സ്വന്തം പേര് സൈൻ ഇടാനോ അല്ലെങ്കിൽ അറിയാതെ എന്താ വായിക്കുന്നതെന്ന് അർത്ഥം പോലും അറിയാതെ വായിക്കുകയോ, അത് അദ്ദേഹം പറയുന്ന അറബിക്ക് വായിക്കുന്ന പല വിദ്യാർത്ഥികളും എന്താ വായിക്കുന്നതെന്ന് അവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ അവരെന്തൊക്കെയോ വായിക്കുന്നുണ്ട്, അത് നല്ല സ്ഫുടമായിട്ട് വായിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ അർത്ഥം പറഞ്ഞാൽ അറിയത്തില്ല. എന്നാൽ വായിച്ചിട്ട് അർത്ഥം പറയാൻ അറിയാത്തവനും സ്വന്തം ഒപ്പല്ലാതെ മറ്റൊന്ന് എഴുതാൻ അറിയാത്തവനെയും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ശതമാനം നോക്കുന്നത്. അവരോട് ഉൾപ്പെട്ടിട്ടാണ് കേട്ടോ. ഇനിയും പറയാൻ പോകുന്ന കണക്ക് അവരും കൂടി ഉൾപ്പെട്ടിട്ടാണ്. അവരും കൂടി ഉൾപ്പെട്ട് നിൽക്കുന്ന ശതമാനം എത്രയാണ്? 4.25. 100 വർഷം മുമ്പ് മഹാത്മാഗാന്ധിജി പറഞ്ഞതിന് 100 വർഷം മുമ്പ് 4%. ഈ 4% നമ്മുടെ ഏറ്റവും ബഹുമാനീയനായ നമ്മളെല്ലാവരും ആദരിക്കുന്ന TG മോഹൻദാസ് സാർ പറയുന്ന ശതമാനം ഒന്നിട്ടെ. ഈ 4% എടുത്ത് അദ്ദേഹം എത്ര ആക്കുന്നു എന്ന് പറയുന്നത് നമ്മളൊന്ന് കേട്ടിരിക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലിറ്ററസി റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതിന് മുമ്പ് നമ്മളുടെ ലിറ്ററസി റേറ്റ് വാസ് അറൗണ്ട് 42% എന്ന് പലരും പറയുന്നു. അതിൻ്റെ ബേസിസ് എന്താണെന്ന് എനിക്കറിയില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ 16% ലിറ്ററസി. ദാറ്റ് വാസ് ദെയർ സർവീസ്. 4.25% ആണ്, അല്ലാതെ 42% അല്ല. അതിനോട് അദ്ദേഹം 10 കൂടെ ഗുണിച്ചു. 10 കൂടെ ഗുണിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇതായിരുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ ശതമാനമാണ്. നമ്മളൊന്ന് ഓർക്കണം, ഇനി നമ്മൾ കൂടുതൽ തെളിവുകൾ നോക്കുകയാണ്. അതിനു മുമ്പ് മദ്രാസകൾ ഈ ബ്യൂട്ടിഫുൾ ട്രീയുടെ ഭാഗമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എലമെൻ്ററി സ്കൂൾസിൻ്റെ ഭാഗമാണ് എലമെൻ്ററി സ്കൂൾസ് ഓഫ് അറബിക്. അദ്ദേഹം TG മോഹൻദാസ് സാറിന് ഞാൻ ഇന്ന് മദ്രാസകളെ പറ്റി പറയാത്തത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലിപ്പൊന്നും ഇടാം. മദ്രാസകളെ പറ്റി TG മോഹൻദാസ് സാർ പറഞ്ഞ ക്ലിപ്പ്. മദ്രസകൾക്ക് അവർ കൊടുക്കുന്ന ഡിഗ്രിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ മദ്രസകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളും പിന്നെ കോളേജും ഒക്കെയാണ്. അവരുടെ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മൗലവിയായി. 10ാം ക്ലാസ് പാസ്സായാൽ മൗലവി, 12ാം ക്ലാസ് പാസ്സായാൽ ആലിം, ഗ്രാജുവേറ്റ് ആയാൽ കാമിൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയാൽ ഫാസിൽ. ഇതൊക്കെയാണ് മദ്രസകൾ കൊടുക്കുന്ന ഡിഗ്രി. അപ്പോൾ ഫാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MAയോ MSCക്കോ തുല്യമായ ഒരു ഡിഗ്രിയാണ്. കാമിൽ എന്ന് പറഞ്ഞാൽ BA BSCക്ക് തുല്യമായ ഡിഗ്രിയാണ്. ഇതിവർ കൊടുത്തുകൊണ്ടിരുന്നു. പഠിച്ചതെന്താ? പഠിച്ചത് ഇസ്ലാമിക ദൈവശാസ്ത്രം എന്നൊക്കെ പറയും. ആ ശാസ്ത്രമാണ് ഈ ആശാൻ പഠിച്ചിരിക്കുന്നത്. പക്ഷേ BAക്ക് തുല്യമാണ്. അപ്പോൾ UPPSC, ഉത്തർപ്രദേശിലെ PSC, അവിടെ ഇയാൾ ഗ്രാജുവേറ്റാണ്. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അവിടെയും ഇയാൾക്ക് ഗ്രാജുവേറ്റിൻ്റെ സ്റ്റാറ്റസാണ്. എന്നാൽ ഈ കിഴങ്ങൻ പഠിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഖുറാനും ഹദീസും ഒക്കെയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ സുപ്രീം കോടതി ഈ ആക്റ്റിൽ കയറിയിട്ട് ഇതിൽ ഭരണഘടനാ വിരുദ്ധതയൊന്നുമില്ല, പക്ഷേ ഈ പരിപാടി നടക്കില്ല. അതായത് കാമിൽ എന്ന ഡിഗ്രി കൊടുക്കുക, ഫാസിൽ എന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കുക, അത് നടക്കില്ല. കാരണം അത് UGC ആക്റ്റിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ആ ഈ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒന്നും കൊടുക്കാൻ മദ്രസകൾക്ക് സാധ്യമല്ല. മറ്റ് 12ാം ക്ലാസ് വരെ നിങ്ങൾ പഠിപ്പിച്ചോ, എന്നിട്ട് അവർക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ കിട്ടിക്കോട്ടെ.
എന്താ കിട്ടാൻ പോകുന്നത്? 12ാം ക്ലാസ് വരെ ഇസ്ലാമിക പഠനം നടത്തിയ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ? എന്തെങ്കിലും അവരുടെ പള്ളിയിൽ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ചില പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും പള്ളിയിൽ ജോലി കിട്ടുമായിരിക്കും. അതല്ലാതെ പൊതുജോലിയിൽ എന്ത് ക്വാളിഫിക്കേഷൻ ഇയാൾ ഖുറാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൂമ്പാപ്പണി അറിയാമെന്ന് പറഞ്ഞാൽ അതൊരു യോഗ്യതയാണ്. ഖുറാൻ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാം മതത്തിനുള്ളിൽ എന്തെങ്കിലും യോഗ്യതയാകുന്നുള്ളതല്ല, അത് പുറത്തെന്താ യോഗ്യത? അന്നത്തെ തദ്ദേശീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എലമെൻ്ററി സ്കൂൾസ് മദ്രാസകളും ഒക്കെ ഉൾപ്പെടുത്തി നിന്നതാണ്. ആ മദ്രാസകൾ ഇന്നും ഉണ്ട്, കേരളത്തിൽ മദ്രാസകൾ ഇന്നും ഉണ്ട്. അതിനേക കാരണമെന്ന് പറയുന്നത് ഇവരെക്കാട്ടിൽ ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് മദ്രാസകളിൽ പഠിച്ചിറങ്ങുന്നവർ കിഴങ്ങന്മാരാണെന്നാണ്. മദ്രാസകളിൽ പഠിച്ചിറങ്ങുന്നവർ കിഴങ്ങന്മാരാണെങ്കിൽ നിങ്ങളുടെ പഴയ വിദ്യാഭ്യാസ സ്കൂളിൽ പഠിച്ചിരുന്നവരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടതെന്നൂടെ മോഹൻദാസ് ജി ഒന്ന് പറഞ്ഞു തരുന്നത് നന്നായിരിക്കും. കാരണം അത്രയും പോലും നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. മദ്രാസകളിൽ ഒന്നെങ്കിൽ ഇവന് 10 കഴിഞ്ഞ് 12 പോകാം, 12 കഴിഞ്ഞ് അവൻ്റെ ഡിഗ്രിക്ക് പോകാം, അത് കഴിഞ്ഞ് അവൻ്റെ PGക്കെങ്കിലും പോകാം. അതുകൊണ്ടാണ് ഇന്നും അത് നിലനിൽക്കുന്നത്. അവിടെ പഠിക്കുന്നത് എന്താണെന്ന് അവിടെ പഠിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്, അത് വേറെ കാര്യം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇവൻ അവൻ്റെ കാര്യത്തിലെങ്കിലും പഠിച്ച് പുരോഗമിക്കാനായിട്ടുള്ള ഗതിയുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ എന്താണ് പഠിപ്പിച്ചിരുന്നത് അവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോലും പോകാൻ കഴിയാത്ത ഗതിയായിരുന്നില്ലേ? അപ്പൊ ഇവൻ കിഴങ്ങനാണെങ്കിൽ നിങ്ങളാരാ? എനിക്കറിയത്തില്ല, ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേട്ടിങ്ങനെ പരിചയിച്ചു വരുന്നേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഈ 4.25-42% ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണെന്ന് പറയാം. ഗാന്ധിജിക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ഒരു സംഭാവന ചെയ്തു, റെക്കോർഡൊന്നും ഇല്ലാതെ വലിയ വിദ്യാഭ്യാസമായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ധനംപാൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ സംഭാവനകൾ പറഞ്ഞു. ഇത് വളരെ മനോഹരമായ ഒരു വൃക്ഷമായിരുന്നു, ഇതിനെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇതിൽ 42% എന്ന് പറയുന്നത് ഈ കള്ളത്തരത്തിൽ TG മോഹൻദാസ് സാറിൻ്റെ ഒരു സംഭാവനയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വേറൊരു ക്ലിപ്പ് നമ്മൾ ആദ്യമേ കേട്ടതാണ്. ഇത് കേട്ടിട്ട് എനിക്ക് പല പ്രാവശ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ഒന്നുകൂടി ഇടുന്നത്. അദ്ദേഹം കാനറ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ബ്രിട്ടീഷുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വാട്ട് എവർ യു ആർ ഡിമോളിഷിങ്, സ്റ്റഡി ഇറ്റ്, ഡോക്യുമെൻ്റ് ഇറ്റ് ആൻഡ് ദെൻ ഡിമോളിഷ് ഇറ്റ്. അങ്ങനെ ഒരു സയൻറ്റിഫിക് തോട്ട് അവർക്കുണ്ട്. അതനുസരിച്ച് അവരെല്ലാ കളക്ടർമാർക്കും നിർദ്ദേശം കൊടുത്തു. നിങ്ങളുടെ ഇതിനുള്ളിൽ ജൂറിസ്ഡിക്ഷനുള്ളിൽ എത്ര സ്കൂളുകൾ എങ്ങനെയൊക്കെ പഠിക്കുന്നതൊക്കെ ഈ കളക്ടർമാരുടെ റിപ്പോർട്ട് മുഴുവൻ ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. അതിൽ സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റ് അതിൻ്റെ കളക്ടർ എഴുതുന്നു, മനോഹരമായ ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയാണ് ഇവരുടേത്, ഇത് പൊളിച്ചിട്ട് വേറെ ചെയ്യണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ശുപാർശ അവർക്ക് ആവശ്യമില്ല, അവർ ശുപാർശ ചെയ്തിട്ടുമില്ല. എക്സിസ്റ്റിംഗ് എന്താണെന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടല്ലോ, സൗത്ത് കാനറയിലെ കളക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് മനോഹരമായൊരു വിദ്യാഭ്യാസമാണ് ഇവിടെ ഉള്ളത്, ഇതൊന്നും മാറ്റേണ്ടതായിട്ടുള്ള കാര്യമില്ല. യഥാർത്ഥത്തിൽ കാനറയിലെ കളക്ടർ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരു റെക്കോർഡും കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സംഖ്യയും കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞത് ഇവിടെ പറയത്തക്കതായിട്ട് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതുന്നില്ലെന്നാണ് പറഞ്ഞത്. അല്ലാതെ TG മോഹൻദാസ് സാർ അത് വായിച്ചിട്ട് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് മാറ്റേണ്ടതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ കളക്ടറിൻ്റെ റിപ്പോർട്ടൊന്ന് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ച് വായിച്ച് നോക്കാം. ഞാൻ ആ റിപ്പോർട്ട് സ്ക്രീൻഷോട്ടായിട്ട് തന്നെ, ഇത് കിൻഡിൽ വേർഷൻ്റെ ധരംപാൽ സാറിൻ്റെ കിൻഡിൽ വേർഷനകത്ത് ഇത് റിപ്പോർട്ടില്ല, PDF ഫയലിനകത്തുണ്ട്. ഇവിടെ കോളേജുകളോ ഫിക്സഡ് സ്കൂളുകളോ ഇല്ല, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം യുവന്മാർക്കില്ല. രണ്ടാമത് ഞാനത് ഇത് പറയുന്നത് റെഗുലാരിറ്റി, സ്ഥിരമായിട്ട് ഒരാഴ്ചയിൽ ഇത്ര ദിവസം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയില്ല. ടീച്ചർമാരും സ്റ്റുഡൻറ്റുകളും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മനോഹരമായ ഒരു സമ്പ്രദായമാണ്, ഇത് മാറ്റണ്ടെന്നാണ് TG മോഹൻദാസ് സാറ് പറയുന്നത്. സാറിന് റിപ്പോർട്ട് തെറ്റിയാണോ എന്ന് എനിക്കറിയത്തില്ല. റിപ്പോർട്ട് തെറ്റിയാണെങ്കിൽ ആർക്കും അത് പറയാം, ഒരു പക്ഷേ പറഞ്ഞു പോകുന്നത്. പക്ഷേ കാനറ റിപ്പോർട്ടിൽ അതല്ല പറഞ്ഞിരിക്കുന്നത്. സാർ എനിക്ക് തോന്നി എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധരംപാലിൻ്റെ ഇപ്പോഴത്തെ കിൻഡിൽ പുസ്തകത്തിനകത്ത് ഇതിൻ്റെ സംഗ്രഹമേ ഉള്ളൂ, റിപ്പോർട്ട് മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല.
അതിനകത്ത് ധരംപാൽ സാറ് പറയുന്നുണ്ട്, കാനറയിലെ അദ്ദേഹം ഇതിനെപ്പറ്റി ഒന്നും വലിയതായിട്ട് എഴുതിയിട്ടില്ല, അല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓർത്ത് മാറ്റാൻ വേണ്ടി എഴുതിയിട്ടില്ലെന്നാണ് എനിക്ക് ഓർത്തത്. പക്ഷേ എഴുതാഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത് ആ റിപ്പോർട്ട് തോന്നുന്ന എഡ്യൂക്കേഷൻ ലോവസ്റ്റ് ഇൻ കാനറ. ഇത്രയും മതം പതിച്ചതായ ഒരു എഡ്യൂക്കേഷൻ മറ്റൊരു ജില്ലയിൽ കാണുമോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കൾട്ടിവേറ്റേഴ്സ്, അതായത് ശുദ്രന്മാരെ പറ്റിയാണ് പറയുന്നത്. അവർ ഈ ജന്മത്തിൽ അവരുടെ പൂർവികർ ആരെങ്കിലും എപ്പോഴെങ്കിലും പഠിച്ചതായിട്ട് പോലും നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്തത്, നോ ഡിസ്ട്രിക്ട് ഇൻ ദ പെൻസുല ഈസ് സോ ഡിവോയ്ഡ് ഓഫ് ആർട്ടിസ്റ്റ് ആൻഡ് സയന്റിഫിക് മെൻ. ഈ പെൻസുല മുഴുവൻ എടുത്തെന്ന് പറഞ്ഞാലും ഇവിടുത്തെ അത്ര ഇഗ്നോറൻസ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കാനറ കളക്ടർ എഴുതി എടുത്താണോ ടി.ജി. മോഹൻദാസ് സാർ ഇത്രയും വലിയ കാര്യം നിങ്ങളോട് പറഞ്ഞത്? ഇതായിരുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി. അടുത്തത് നമ്മൾ ആഡംസിൻ്റെ ഇത് അദ്ദേഹം പറയുന്നത്, കാനറയിലെ കളക്ടർ പറയുന്നത്, ഞാനിവിടെ പലരെയും പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അവർക്ക് ആർക്കും ഒരു താല്പര്യവും ഇല്ല. ഇപ്പം പിന്നെ മിഷണറിമാർ വന്ന് സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് കാനറയുടെ കളക്ടർ പറഞ്ഞത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ആഡം ഇതിനെപ്പറ്റി സംഗ്രഹിച്ച് പറയുന്നുണ്ട്. ആഡം, ഞാൻ പറഞ്ഞതുപോലെ വില്യം ആഡമിൻ്റെ റിപ്പോർട്ടാണ്. വില്യം ആഡം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം റിപ്പോർട്ടിൻ്റെ ഒരു സംഗ്രഹം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നും. കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് പോയിട്ടുണ്ടോ, നമ്മൾ ഏതെല്ലാം ദേശത്ത് പോയിട്ടുണ്ടോ, അവിടെ ഒന്നും നമ്മൾ ഇന്നേ വരെ കാണാത്തതായ ഒരു ഇഗ്നോറൻസ് ആണ്. ഈ ജനങ്ങൾക്ക് ഒരു വിവരവും ഇല്ലാതെയാണ് ഇവരിവിടെ താമസിക്കുന്നത്. ഇതാ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്കൂളിൻ്റെ നമ്പർ കൂടുതലുണ്ടെന്ന് പറഞ്ഞാണ് ഗാന്ധിജി ഇവരും പറയുന്നത്. ഇവർ പറഞ്ഞ് ഈ ബാക്കിയുള്ളതൊന്നും നിങ്ങൾ വായിച്ചില്ലേ? ഇവർ പറയുന്നത് മൃഗതുല്യമായ ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ആനിമൽ ലൈഫാണ് ഇവരുടേത്. നാളെ എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇന്നിനെ പറ്റി ഇവർക്കൊരു ആലോചനയില്ല. രാവിലെ എഴുന്നേക്കും, ജോലി ചെയ്യും, ഇത് പോവും. മൃഗതുല്യമായ ലൈഫ്. ഒന്നിനെ പറ്റിയും ഉന്നതമായ ചിന്തകളില്ല, വിചാരങ്ങളില്ല. അവരിപ്പോൾ അതുകൊണ്ടാണ് വില്യം ആഡംസ് പറയുന്നത്, ഈ ജനതയോട് നമുക്കൊരു കടപ്പാടുണ്ട്. ഈ ജനതയോട് നമുക്കൊരു കടപ്പാടുണ്ട്. അവരെ നമുക്ക് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവരാരും തന്നെ, ഈ റിപ്പോർട്ട് എഴുതിയ ആരും തന്നെ ക്രിസ്ത്യാനികളല്ല. വില്യം ആഡംസ് മിഷണറി ആയിട്ടാണ് വന്നത്. പക്ഷെ അദ്ദേഹം ട്രിനിറ്റേറിയൻ വിശ്വാസം ഉപേക്ഷിച്ചു. ഇത് എഴുതുന്ന സമയത്ത് അദ്ദേഹം ട്രിനിറ്റേറിയൻ വിശ്വാസം ഉപേക്ഷിച്ച് രാജാറാം മോഹൻ റോയിയുടെ കൂടെ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ക്രൈസ്തവ മിഷണറിമാർക്ക് അനുകൂലമായിട്ടൊന്നും അല്ല ഇത് എഴുതുന്നത്. എന്ന് മാത്രമല്ല, വില്യം ആഡംസ് പറഞ്ഞത്, നമുക്ക് ഇവന്മാരെ പഠിപ്പിക്കുന്ന ഈ എലമെൻ്ററി സ്കൂൾസിൽ പഠിപ്പിക്കുന്ന സാറുമാരെ എല്ലാം കൂടെ വിളിച്ച് അവരെ പഠിപ്പിച്ചിട്ട് അവരെ കൂടെ നമുക്ക് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. മാക്യുള ഈ റിപ്പോർട്ടെല്ലാം വായിച്ചപ്പോൾ പറഞ്ഞു, ഇതിനൊക്കെ കഴിയുമോ എന്ന് എനിക്കറിയില്ല. മാക്യുള പറയുന്നതാണ്, മാക്യുളയുടെ മിനിറ്റി പറയുന്നതാണ്. മാക്യുള അതാണ് പറയുന്നത്, ഇതിനുള്ള കാശും ആളും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആളുണ്ടായിരിക്കും, നിങ്ങളൊക്കെ തയ്യാറായിരിക്കും, പക്ഷെ കാശ് നമുക്കില്ല. ഈ ഒന്നും പഠിക്കാത്തവന്മാരെ പിടിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ട് അവർ ബാക്കിയുള്ളവരെ പഠിപ്പിക്കണമെന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തിയാണെന്നാണ് മാക്യുള ചോദിക്കുന്നത്. മാക്യുള അത് കഴിഞ്ഞിട്ട് പറയുന്നത്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ സാറുമാരെ നമുക്കിന്ന് പഠിപ്പിക്കാം. ഇന്നത്തെ സാറുമാരെ പഠിപ്പിക്കാതെ നാളത്തെ സാറുമാരെ നമുക്ക് പഠിപ്പിക്കാം. അവർ പഠിച്ചിട്ട് അവരുടെ സ്വന്തം ജനങ്ങളെ അവർ പഠിപ്പിക്കാനായിട്ട് തയ്യാറാകുമല്ലോ എന്ന് പറയുന്നുണ്ട്. മാക്യുളയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം രണ്ടാമത്തെ പ്രസ്താവനയാണ്. ഈ നാട്ടിൽ മാക്യുള യൂറോപ്പിൻ്റെ കാര്യം ഓർത്തായി പറയുന്നത്. എന്നാൽ സ്വന്തം നാട്ടിൽ പഠിച്ചോന് അയൽക്കാരനെ കൂടെ പഠിപ്പിക്കാനായിട്ട് നോക്കും, തൻ്റെ ബന്ധുക്കാരെ അല്ലെങ്കിൽ തൻ്റെ ജനതയെ പഠിപ്പിക്കാനായിട്ട് നോക്കും. ഈ നാട്ടിലെ അവസ്ഥ അതായിരുന്നു. പഠിച്ചോൻ പഠിപ്പിക്കത്തില്ല മറ്റവനെ. ബ്രാഹ്മണൻ മറ്റവനെ എന്ത് കാരണവശാലും പഠിപ്പിക്കാത്ത ഈ രാജ്യത്തേക്ക് വന്നിട്ട് മാക്യുള പറഞ്ഞതിലെ വിഡ്ഢിത്തരം എന്ന് പറയുന്നത്, ഇവരെ പഠിപ്പിച്ചാൽ ഇവർ മറ്റവരെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ വിഡ്ഢിത്തരമാണ്. 1881 ജ്യോതിറാവ് ഫൂലെ അത് പറയുന്നുണ്ട്. നിങ്ങളോട് എത്ര പ്രാവശ്യമാണ് ഞങ്ങൾ ഈ പറയുന്നത്, ഇവരെ പഠിപ്പിച്ചിട്ട് ഇവർക്ക് ജോലി കൊടുത്തിട്ട് ബാക്കി ഓരോരുത്തരും നന്നാകാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ അബദ്ധമാണ് ഈ കാണിക്കുന്നത്.
ബ്രിട്ടീഷുകാരും മിഷണറിമാരും ചെയ്തതിൽ ഒരബദ്ധം ഉണ്ടെങ്കിൽ ഇവരെ പഠിപ്പിച്ചതാണ്. അവരുടെ നല്ല മനസ്സുകൊണ്ട് ചെയ്താണ്. ഇവർ ബാക്കിയുള്ളവർ ചെയ്യുമെന്നോർത്ത് ചെയ്താണ്. ഇവർ ചെയ്യാൻ പോകുന്നുണ്ടോ? ഇവർ ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ അടുത്തത് നമുക്ക് നോക്കാം. സംസ്കൃത ഭാഷയാണെന്ന് പറഞ്ഞ് ഞാൻ ഇനി അടുത്തൊരു 15-20 മിനിറ്റിനുള്ളിൽ നിർത്താം. സംസ്കൃത ഭാഷയാണെന്ന് ഹയർ ലേണിംഗ്. അപ്പോൾ ഈ സംസ്കൃത ഭാഷയാണെങ്കിൽ നമുക്കൊരു കാര്യം വേണം. വെർനാക്കുലർ ലാംഗ്വേജിൽ മലയാളത്തിലും തമിഴിലും ബംഗാളിയിലും ഒക്കെയാണല്ലോ സാധാരണക്കാരൻ്റെ പിള്ളേരെ പഠിപ്പിക്കുന്നത്. സംസ്കൃതത്തിലാണ് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ശാസ്ത്ര പുസ്തകങ്ങൾ നമ്മൾ പറയുമ്പോൾ യജ്ഞവൽക്യ സ്മൃതി അനുസരിച്ച് 14 ശാസ്ത്ര മണ്ഡലങ്ങളാണ് ഹൈന്ദവ ശാസ്ത്രത്തിലുള്ളത്. വിഷ്ണു പുരാണം അനുസരിച്ച് 18, 14 ആകട്ടെ 18 ആകട്ടെ അല്ലെങ്കിൽ 7 ആകട്ടെ എന്തു ആകട്ടെ, സിസ്റ്റമാറ്റിക് നോളജ് എന്ന് ഹൈന്ദവർ പറയുന്നതായ ഈ നോളജ് എന്നെങ്കിലും നിങ്ങൾ തദ്ദേശീയ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തായിരുന്നു. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താലല്ലേ മലയാളിക്ക് പഠിക്കാൻ ഒക്കത്തുള്ളൂ. മലയാളമാണ് സാധാരണക്കാരൻ്റെ പിള്ളേർ പഠിക്കുന്നതെങ്കിൽ ആ മലയാളത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പുസ്തകം തർജ്ജമ ചെയ്താലല്ലേ അവന് പഠിക്കാൻ ഒക്കത്തുള്ളൂ. ഏതെങ്കിലും ഭാഷയിൽ നിങ്ങളുടെ ഈ 18 മണ്ഡലങ്ങൾ അടങ്ങുന്ന സിസ്റ്റമാറ്റിക് നോളജ് ബ്രിട്ടീഷുകാരും മിഷണറിമാരും ആധുനിക മിഷണറിമാരും ഇവിടെ കാലുകുത്തുന്നതിന് മുമ്പ് സ്വന്തം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല. ഷെൽഡൻ പൊള്ളോക്ക്, അദ്ദേഹം ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ, അടുത്ത സ്ലൈഡ്, ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതത്തിൻ്റെ പ്രൊഫസറാണ്. ഇവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ബ്രാഹ്മണന്മാരെക്കാട്ടിൽ സംസ്കൃതം അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇവർക്ക് ഭയങ്കര വിരോധമാണ് കേട്ടോ. ഇവരെക്കാട്ടി കൂടുതൽ സംസ്കൃതം അറിയാം. ഇവരെക്കാട്ടി കൂടുതൽ സംസ്കൃതം അറിയാമെന്ന് മാത്രമല്ല, ഇവരെക്കാട്ടിലെല്ലാം ഇന്ന് സംസ്കൃത ഗ്രന്ഥങ്ങൾ ലഭ്യമായ ആളാണ്. കാരണം അദ്ദേഹം ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഇൻഫോസിസിൻ്റെ ഒക്കെ ഫൗണ്ടേഷൻ നൽകുന്ന സംസ്കൃത ഗ്രന്ഥങ്ങളുടെയൊക്കെ സംഹാരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മേധാവിത്വമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ആക്സസിബിൾ ആയിട്ടുള്ള സംസ്കൃത ഗ്രന്ഥങ്ങൾ പോലെ ബാക്കി ആർക്കും ഇല്ല. ഇന്ന് ഒരു അസൂയാർഹമായ സ്ഥാനത്താണ് അദ്ദേഹം. അദ്ദേഹം ക്രിസ്ത്യാനിയല്ല, യഹൂദ ബാക്ക്ഗ്രൗണ്ടാണ്. അദ്ദേഹം ഇത് പരിശോധിച്ചിട്ട് പറയുന്നത്, ഒറ്റപ്പെട്ട റെയർ ആൻഡ് സെൽഡം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതല്ലാതെ ഭൂരിഭാഗം നോക്കുകയാണെങ്കിൽ ഇവരുടെ പുസ്തകങ്ങളൊന്നും ബ്രിട്ടീഷുകാരിവിടെ വരുന്നിടം വരെ ഒരു ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തു കൊടുത്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു കൊടുത്തില്ല? സാധാരണക്കാരൻ പഠിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. സംസ്കൃതം ഒരു ചൈനീസ് വോളാണ്. ബ്രാഹ്മണർക്കും അല്ലെങ്കിൽ സവർണർക്കും ദളിതനും മധ്യയുള്ള ശുദ്രനും മധ്യയുള്ള ചൈനീസ് വോളാണ് സംസ്കൃത ഭാഷ. ആ ചൈനീസ് വോളിനെ ഇടിച്ചു മറിച്ചു എന്നുള്ളതാണ് മിഷണറിമാരുടെ പ്രത്യേകത. അവർ സംസ്കൃതം പഠിച്ചു. പഠിച്ചപ്പോൾ ഈ ഭിത്തി താനെ തകർന്നു വീണു. അവരതിനകത്തൊക്കെയുള്ള കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇവർ ചുരുക്കം ചിലരായിട്ട് ചേരുന്നത് ഇപ്പോൾ രാമായണം പോലെയുള്ള 1-2 പുസ്തകങ്ങൾ, മതപരമായിട്ടുള്ള 1-2 പുസ്തകങ്ങൾ. ചില ഭാഷകളിൽ വ്യാകരണം, നമ്മളിത് പ്രത്യേകം ഓർക്കണം. ഹിന്ദിയെ പറ്റി പറഞ്ഞത് കേട്ടു, നമ്മൾ ഹിന്ദി മിഷണറിമാരാണ് സൃഷ്ടിച്ചതെന്ന്. ഹിന്ദിക്ക് മിഷണറിമാർ വരുന്നതിന് മുമ്പ് ഒരു വ്യാകരണ പുസ്തകമുണ്ടെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇല്ല. സൗത്ത് ഇന്ത്യൻ ഭാഷകളിലൊക്കെ ചിലതിൽ വ്യാകരണ പുസ്തകങ്ങൾ പേരിനെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ തെലുഗുവില് പേരിനൊരു പുസ്തകം ഉണ്ടായിരുന്നു. പക്ഷെ പുസ്തകത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? സംസ്കൃതത്തിന്റെ അതേ നിയമങ്ങളാണ് തെലുഗുവിൽ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. CP ബ്രൗൺ ആണ് തെലുഗുവിന്റെ വ്യാകരണ പുസ്തകം എഴുതുന്നത്. CP ബ്രൗൺ എന്ന് പറയുന്ന മിഷണറിമാരുടെ പുത്രനാണ്. അദ്ദേഹം ഒരു മിഷണറി ആയിട്ട് പോകാൻ ആഗ്രഹിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് പറഞ്ഞു, മോനെ നീ മിഷണറി ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ നിനക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം മിഷണറിമാരായിട്ടുള്ള സുവിശേഷകന്മാരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് വേണ്ട പോലെ വരുമാനം ലഭിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞ് ഞാനൊരു കാര്യം പറയാം, നീ ഒരു ഗവൺമെൻറ് ജോലി എടുക്കുക, ഗവൺമെൻറ് ജോലിയോടുകൂടെ നീ ഈ പ്രവർത്തനം ചെയ്യുക, നിനക്ക് അതും ചെയ്യാം, സ്വാതന്ത്ര്യത്തോടെ നിനക്ക് ചെയ്യാനുള്ളതും ചെയ്യാം. അങ്ങനെ പറഞ്ഞു പോയ ഒരാളാണ് CP ബ്രൗൺ.
CP ബ്രൗൺ ആണ് തെലുഗുവിൻ്റെ ആദ്യത്തെ പ്രോപ്പറായിട്ടുള്ള ഗ്രാമർ പുസ്തകം എഴുതുന്നത്. CP ബ്രൗണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഈ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ച് കൂട്ടിയിരുത്തി അവരോട് ചോദിച്ചു, നിങ്ങൾ പറയുന്ന വ്യാകരണ നിയമങ്ങളനുസരിച്ച് ഈ ഭാഷയൊന്നും ശരിയാകുന്നില്ലല്ലോ. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, ഈ ശപിക്കപ്പെട്ട ഭാഷയ്ക്ക് എങ്ങനെ ശുദ്ധമായ വ്യാകരണം വരുന്നത്? കാരണം ഇതെല്ലാം മ്ലേച്ഛ ഭാഷയാണ്, അവരുടെ ഭാഷയാണ് കേട്ടോ, എൻ്റെ ഭാഷയല്ല. മലയാളം എന്ന് പറയുന്നത് മ്ലേച്ഛ ഭാഷയാണ്, തെലുഗു എന്ന് പറയുന്നത് മ്ലേച്ഛ ഭാഷയാണ്. ശുദ്ധമായ ഭാഷ ഒന്നേയുള്ളൂ, അത് സംസ്കൃതമാണ്. അതിനെ മാറ്റിമറിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് പോലെയുള്ളവരാണ്. ഹെർമൻ ഗുണ്ടർട്ട് പോലെയുള്ള, ബെഞ്ചമിൻ മെയ്ലി പോലെയുള്ള മിഷണറിമാരെ പറ്റി TG മോഹൻദാസ് പറയുമ്പോൾ, അവരെന്തിനാണ് ഡിക്ഷണറി എഴുതിയത്? അവർ ഡിക്ഷണറി എഴുതിയത് ബൈബിൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ? ശരിയാണ്, ബൈബിളും പഠിപ്പിക്കണം, ബാക്കിയുള്ള പുസ്തകങ്ങളും പഠിപ്പിക്കണമെന്ന് വെച്ച് തന്നെയാണ് അവർ എഴുതിയത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഡിക്ഷണറി എഴുതുന്നത്? കാരണം നിങ്ങളുടെ പുസ്തകം ആരും പഠിപ്പിക്കേണ്ട. ഏതാണ് നല്ലത്? ശങ്കരാചാര്യര് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസൂത്രെ പറഞ്ഞ് എന്തുകൊണ്ട് ശൂദ്രനെ പഠിപ്പിക്കാൻ കഴിയില്ല. നമുക്കറിയാം, സ്മൃതികളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വേദം കേൾക്കുന്നവൻ്റെ കാതിൽ ഈയം ഒഴിക്കണം. ബൈബിളിൽ എന്താണ് പറയുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു സ്ഥലത്ത് നീ ഈയം ഒഴിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ മറുവശത്ത് വിശുദ്ധ ബൈബിള് പറയുന്നു, ഇത് കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ആ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി വന്നതാണ് മിഷണറിമാർ. നിങ്ങളുടെ ശങ്കരാചാര്യരെക്കാൾ, ശുദ്രൻ പഠിക്കണ്ട എന്ന് പറഞ്ഞ ശങ്കരാചാര്യരെക്കാൾ എന്തുകൊണ്ടും 10 അടി മേളിൽ തന്നെയാണ് ഹെർമൻ ഗുണ്ടർട്ടിന്റെ സ്ഥാനം. അല്ലെന്ന് തെളിയിക്കാൻ TG മോഹൻദാസ് സാറിന് കഴിയുമോ? ബൈബിള് പഠിപ്പിച്ചെന്നുള്ളതൊരു അനുഗ്രഹമല്ലേ? നിങ്ങൾ വേദം പഠിപ്പിക്കാതിരുന്നത് ഞങ്ങളുടെ പ്രശ്നം. അത് തന്നെയല്ല, മിഷണറിമാരാണ് ഇവിടെ മറ്റ് ഗ്രന്ഥങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്തത്. വില്യം കേരിയുടെ മകൻ ഫെലിക്സ് കേരിയാണ് ബംഗാളിയിൽ എൻസൈക്ലോപീഡിയ എഴുതിയത്. വില്യം കേരിയുടെ മകൻ ഫെലിക്സ് കേരിയാണ്. താരാചന്ദ് ഫെലിക്സ് കേരിയെ പറ്റി പറയുന്നത്, ആ മിഷണറിമാരാണ് ബംഗാളിൽ അനുഗ്രഹം കൊണ്ടുവന്നത്. താരാചന്ദ്ര് പറയുന്നത്, എനിക്ക് മിഷണറിമാരെ പറ്റി മറ്റെല്ലാ എതിർപ്പുകളുണ്ടെങ്കിലും മിഷണറിമാരെ പറ്റി ഒന്ന് പറഞ്ഞാലേ കഴിയുള്ളൂ. ആ മിഷണറിമാര് കാരണമാണ് ബംഗാളിനൊരു നവോത്ഥാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നവോത്ഥാനത്തിൻ്റെ അടിത്തറ പാകിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. കാരണം സാധാരണക്കാരന് വേണ്ടി പുസ്തകം ഇറക്കിയത് ഇവരാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന് പറയാം. മാത്രമല്ല, മറ്റൊരു ചോദ്യം കൂടെ ഞാൻ ഗാന്ധിജിയുടെ ഇതിൽ അവസാനം ഗാന്ധിജിയുടെ പ്രതിഷേധത്തിലൂടെ മറുപടി പറയാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് ഒരു ചോദ്യം കൂടെ. ഗുണ്ടൻബർഗ് 1445 പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു, ആധുനിക പ്രിന്റിംഗ് പ്രസ്. അതിനു മുമ്പ് ചൈനയെ കണ്ടുപിടിച്ച പ്രിന്റിംഗ് പ്രസ്സിന് ഏതാണ്ട് 36 പേജ് 30 പേജൊക്കെ ഒരു ദിവസം അച്ചടിക്കാൻ വേണ്ടി കഴിയുള്ളായിരുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഒരു ടെക്നോളജി കണ്ടുപിടിച്ചെന്നല്ലാതെ അത് ഒരു പ്രയോജനമില്ലാത്തതാണ്. കാരണം 36 പേജൊക്കെ നമ്മൾ 10 സ്ക്രൈബ്സിനെ ഇരുത്തിയാൽ നമുക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഗുണ്ടൻബർഗ് കണ്ടുപിടിച്ച പ്രിന്റിംഗ് പ്രസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. 3660 പേജുകൾ ഒരു ദിവസം അടിക്കായിരുന്നു. അതൊരു വിപ്ലവമാണ്. അപ്പോൾ 1440കളിൽ അദ്ദേഹം പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു. 300 വർഷം നിങ്ങളുടെ രാജാക്കന്മാർ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? മിഷണറിമാർ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ വലിയ തമ്പ്രാക്കന്മാരുണ്ടല്ലോ, ഇന്നും പറയുമ്പോൾ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുമ്പോൾ ഇവർക്ക് അങ്ങ് കൊളുമര കൊഴിയാണ്. അയ്യോ, അങ്ങ് രോമാഞ്ചം കൊള്ളു. അയ്യോ, എന്ത് രാജാവ്, ഞങ്ങൾക്ക് വേണ്ടി ഈ രാജാവ് എന്ത് ചെയ്യായിരുന്നു? കോഴിക്കോട്ടെ സാമൂഹ്യത്തിൽ അവരെന്ത് ചെയ്യായിരുന്നു? അല്ലെങ്കിൽ എത്ര മുഗൾ രാജാക്കന്മാരെ, എത്ര ഡൈനാസ്റ്റികളാണ് ഈ 300 വർഷത്തിനുള്ളിൽ വന്നിട്ട് പോയെന്നറിയാം. 300 വർഷം ഇവർക്കറിയാൻ മേലഞ്ഞിട്ടാണോ? ഗോവയിൽ പോർച്ചുഗീസുകാരുണ്ട്. ഗോവയിൽ കത്തോലിക്ക മിഷണറിമാർ ആദ്യം പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നു. പക്ഷെ അത് സ്ഥിരമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് അവരാണ്. രണ്ടാമത് നമ്മൾ തമിഴ്നാട്ടിലാണ്. പിന്നെ സെറാംപൂരിലേക്ക് വന്നു.
ഇതിൻ്റെ ഇടയ്ക്ക് ബോംബെയിൽ ഒരു ഹിന്ദു പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തി. അത് മാത്രമാണ് ഇവർ ചെയ്തത്. പക്ഷെ ശിവാജി എന്ത് ചെയ്യായിരുന്നു? ശിവാജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് വലിയ അഭിമാനമല്ലേ? ശിവാജി എന്ത് ചെയ്യായിരുന്നു? ശിവാജിക്ക് സ്വന്തമായിട്ട് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നുകൂടായിരുന്നു? കാരണം പ്രിന്റിംഗ് പ്രസ് ഇല്ലാതെ എല്ലാവരെയും പഠിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ഈ ടെക്നോളജി ഇല്ലാതെ പറ്റിയല്ല. എങ്ങനെ പിള്ളേർക്ക് ഇപ്പം നമുക്ക് 3 കോടി പിള്ളേരുണ്ടെന്ന് വിചാരിക്കുക. 3 കോടി പിള്ളേർക്ക് നിങ്ങൾ എങ്ങനെ 3 കോടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്നത്? 3 കോടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം പ്രിന്റിംഗ് പ്രസ്സാണ്. സാധാരണ ജനങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ രാജാക്കന്മാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക്, മുസ്ലിം രാജാക്കന്മാർക്കോ ഹിന്ദു രാജാക്കന്മാർക്കോ ഒറ്റ ഒരാൾക്കെങ്കിലും പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നുകൂടായിരുന്നു. 300 വർഷം കാത്തിരിക്കണമായിരുന്നു മിഷണറിമാരൊന്ന് തുടങ്ങാൻ വേണ്ടി. കാരണം പൊതുജനം പഠിക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു. ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ പ്രിന്റിംഗ് പ്രസ് ഇല്ലാതെ നിങ്ങൾ എന്ത് പഠിപ്പിക്കാനായിട്ടാണ്? പൊതുജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പ്രിന്റിംഗ് പ്രസ് വരുന്നതിന് മുമ്പ് യൂറോപ്പിലും ലിറ്ററസി കുറവായിരുന്നു. അതുകൊണ്ടാണ് ആ ബൈബിളിലൊക്കെ വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും പൊതുവായനയൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ്. ഈ പ്രിന്റിംഗ് പ്രസ് ഇല്ലാതെ എല്ലാവർക്കും വായിക്കാനായിട്ട് കഴിയത്തില്ല. അതിനുള്ള നമുക്ക് കൊടുക്കാൻ മാനുസ്ക്രിപ്റ്റ് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. 300 വർഷം ഒരൊറ്റ രാജാവ് പോലും പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരാത്തടത്താണ് ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ പ്രിന്റിംഗ് പ്രസ് ഇവിടെ കൊണ്ടുവരുന്നത്. നന്ദി പറയേണ്ടത് മിഷണറിമാരോടാണ്, അല്ലാതെ നിങ്ങളുടെ രാജാക്കന്മാരോടല്ല. രാജാക്കന്മാരെക്കാൾ സ്ഥാനം മിഷണറിമാർക്ക്. അവരില്ലായിരുന്നെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒക്കുമായിരുന്നു. നമ്മളിത് ഓർക്കണം. ഇവർ കുതിര ഇമ്പോർട്ട് ചെയ്തായിരുന്നു. പോർച്ചുഗീസുകാർ ഗോവയിലുണ്ടായിരുന്നുകൊണ്ട് യൂറോപ്പിൽ നിന്നുള്ള കുതിരകളെ ഇവർ ഇമ്പോർട്ട് ചെയ്തു. കച്ചവടമൊക്കെ ഉണ്ട്, പ്രിന്റിംഗ് പ്രസ്സും ഉണ്ട്. പ്രിന്റിംഗ് പ്രസ്സിനെ പറ്റി ഇവർക്ക് അറിയാം. കാരണം ഇവരുടെ മാപ്പ് കണ്ടിട്ടുണ്ട്, യൂറോപ്യന്മാരുടെ മാപ്പ് കണ്ടിട്ടുണ്ട്, യൂറോപ്യന്മാരുടെ പുസ്തകം കണ്ടിട്ടുണ്ട്, പോർച്ചുഗീസുകാരുടെ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. ഇത് അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഇത് കൊണ്ടുവരാനുള്ള സാധ്യതയില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു. നിങ്ങളുടെ ഗേറ്റിന്റെ തൊട്ട് പുറത്ത് പോർച്ചുഗീസുകാർ ഇരിപ്പുണ്ട് ഗോവയിൽ. അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രിന്റിംഗ് പ്രസ് നിങ്ങൾക്ക് തരും, സന്തോഷമായിട്ട് തരും. കാരണം ട്രേഡാ. എത്ര വേണമെങ്കിലും അവരൊക്കെ ഇമ്പോർട്ട് ചെയ്ത് തരും. ഒരു രാജാവിന് പോലും, ഒറ്റ രാജാവിന് പോലും. ഇതാണോ ആർഷഭാരത സംസ്കാരം? അതും മിഷണറിമാരാണ് നമ്മളെ അനുഗ്രഹിച്ചത്. മഹാത്മാഗാന്ധിജിയുടെ മിഷണറിമാരെ പറ്റിയുള്ള എതിർപ്പ്, അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ സംഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സബർമതി ആശ്രമത്തിൻ്റെ വെബ്സൈറ്റിൽ പോവുക. ഗാന്ധിജിയുടെ ടോട്ടൽ കളക്ഷൻ കാണാം. സെർച്ച് ഫെസിലിറ്റിയുമുണ്ട്. അതിൽ മിഷണറി എന്നടിക്കുക. ഗാന്ധിജി മിഷണറിയെ പറ്റി പറഞ്ഞതെല്ലാം ഇറങ്ങി വരും. അതിലൊന്നാണ് ഈ വനവാസികളെ നന്നാക്കുന്ന ഏർപ്പാട്. ഗാന്ധിജി ഡയറക്റ്റ് അവരോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നത്. ഗുണ്ടർട്ട് നിഘണ്ടു എഴുതി. ഗുണ്ടർട്ടിൻ്റെ സംഭാവന ഉദ്ദേശം എന്തായിരുന്നു? ബൈബിൾ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതുപോലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം ഇതൊക്കെ തുടങ്ങിയത് മതപരിവർത്തന ഉദ്ദേശം വെച്ചിട്ടായിരുന്നു. മതപരിവർത്തനത്തിൻ്റെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത്. ഗാന്ധിജി പറഞ്ഞു ഇത് തെറ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ മലയിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും? ഗാന്ധിജി പറഞ്ഞു അവരെങ്ങനെയെങ്കിലും ജീവിക്കും, ഇതുവരെ അവർ ജീവിച്ചില്ലേ. ഏതായാലും നിങ്ങൾ ഈ ചെയ്യുന്ന ദുരുദ്ദേശത്തോടുകൂടിയുള്ള ഈ പ്രവൃത്തി നടക്കില്ല. ഗാന്ധിജി വാസ് അഗൻസ്റ്റ് കൺവേർഷൻ. അതിഭീകരമായിട്ട് മിഷണർമാരെ എതിർത്ത മനുഷ്യനാണ് ഗാന്ധിജി. അതുകൊണ്ടാണ് ഞാൻ ഗാന്ധിജിയുടെ മിഷണറിമാരുമായിട്ടുള്ള സംഭാഷണം പ്രത്യേകം എടുത്തിട്ട് ബൽബീർ പുഞ്ച് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഡയലോഗ് ബിറ്റ്വീൻ മിഷണറീസ് ആൻഡ് ഗാന്ധി ഓൺ മിഷണറീസ് എന്നാണ് അതിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആമസോണിൽ ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവും. ഈ സെർച്ച് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്തൊക്കെ പോകുന്നതിന് പകരം ഹി ഹാസ് ഓൾറെഡി കമ്പയർ ദാറ്റ് ബൽബീർ പുഞ്ച്. അതിനിശ്ചിതമായിട്ടാണ് ഗാന്ധിജി ഇവരെ പരിഹസിച്ചിരിക്കുന്നതും ശകാരിച്ചിരിക്കുന്നതുമെല്ലാം. നിങ്ങളുടെ പർപ്പസ് ഞങ്ങളുടെ അടിവേര് തോണ്ടുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഗാന്ധിജി പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിനും റെയിൽവേക്കും എതിരായിരുന്നില്ലേ? കാരണം ഗാന്ധിജി പറഞ്ഞു ഈ നാട് നിങ്ങളെ റെയിൽ പാളം ഇടുന്നത് ഞങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ വിയോജന അജണ്ട ഉണ്ടല്ലോ അത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്.
ആദ്യമൊക്കെ എനിക്ക് തോന്നിയത് ഇതൊരു പിന്തിരിപ്പൻ ഏർപ്പാടാണ്. ബട്ട് ഗോ ടു ദാറ്റ് സിറ്റുവേഷൻ. പണ്ടൊരിക്കൽ 120 വർഷം മുമ്പ് ഗാന്ധി പറഞ്ഞ കാര്യത്തെ ഇപ്പോൾ നമ്മൾ നഗരവൽകൃതം എന്ന് പറയുന്ന കൊച്ചിയിലിരുന്നുകൊണ്ട് വിമർശിക്കുമ്പോൾ അതിനൊരു പൊരുത്തമില്ലായ്മയുണ്ട്. ഓൾ ദീസ് ഡാറ്റ ഈ ഡോക്ടർ ധരംപാലിൻ്റെ പുസ്തകത്തിലുണ്ട്, ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള പുസ്തകത്തിൽ. ഈ മഹാത്മാഗാന്ധിയുടെ പ്രസംഗവും അതിൽ ചേർത്തിട്ടുണ്ട്. യു ജസ്റ്റ് ഗോ ത്രൂ മഹാത്മാഗാന്ധിയുടെ കളക്റ്റഡ് വർക്ക്സ്, കംപ്ലീറ്റ് വർക്ക്സ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വായിക്കാൻ പറ്റും. പാരാവാരം പോലെയാണ് മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ളത്. ഹരിജനിൽ എഴുതി, യങ് ഇന്ത്യയിൽ എഴുതി, അവിടുത്തെ പ്രസംഗം മറ്റേ ആൾക്ക് അയച്ച കത്ത് ഒക്കെ ആയിട്ട് ബിഗ് വോളിയംസാണ്. ബട്ട് അതിൽ സെർച്ച് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എനിത്തിങ്. യു ഫൈൻഡ് ഔട്ട് ഹിസ് ഒപ്പീനിയൻ ഓൺ മുസ്ലിംസ്, ഒപ്പീനിയൻ ഓൺ ബ്രിട്ടീഷ്, ഒപ്പീനിയൻ ഓൺ മിഷണറീസ്, എവറിത്തിങ് ഈസ് അവൈലബിൾ. മഹാത്മാഗാന്ധി ഒരു മനുഷ്യൻ മതി ഈ നുണ പൊളിക്കാനായിട്ട്, ഒറ്റ മനുഷ്യൻ മതി, വേറെ ആരും വേണ്ട. ബാക്കി ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തവരുണ്ട്. ബട്ട് അതെല്ലാം ഇടുക, മഹാത്മാഗാന്ധി ഒരാളിനെ മാത്രം എടുക്കുക. ഗാന്ധിജി മിഷണറിമാരെ പറ്റി പറഞ്ഞത് അത് ഞാൻ പശ്ചാത്തലം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഏതാണ്ട് 1940 വരെ മിഷണറിമാരുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു മഹാത്മാഗാന്ധിജി. ഏറ്റവും ശക്തിയായിട്ട് എതിർത്തതും നമ്മളിന്ന് പറയുന്ന റൈസ് ബാക്ക് ക്രിസ്ത്യൻസ് എന്ന് കളിയാക്കി വിളിക്കുന്നതിൽ ഏറ്റവും ആദ്യം ഉപയോഗിച്ച പ്രയോഗം ഗാന്ധിയല്ല, പക്ഷെ അത് പോപ്പുലറൈസ് ചെയ്തത് ഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിലാണ് അദ്ദേഹം അത് പോപ്പുലറൈസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഇപ്പം നമ്മൾ CSI എന്ന് പറയുന്ന ആംഗ്ലിക്കൻ ചർച്ചിൻ്റെയൊക്കെ അന്ന് ബിഷപ്പ് അസറിയ അദ്ദേഹത്തെ ആൻറ്റി നാഷണൽ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇന്ന് ഹിന്ദുത്വ പറയുന്ന പല പദങ്ങളും അവർക്ക് കൊടുത്തത് മഹാത്മാഗാന്ധിജിയാണ് 1940 വരെ. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്? 1940 വരെ മഹാത്മാഗാന്ധിജി എന്ന് നമ്മൾ വിളിക്കുന്ന ഗാന്ധിജി ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ശക്തനായ അതിനുവേണ്ടി വാദിച്ച വ്യക്തിയാണ്. ജാതി വ്യവസ്ഥ, അദ്ദേഹം ഐത്തത്തെ മാത്രമേ എതിർത്തിട്ടുള്ളൂ, ജാതി വ്യവസ്ഥ എതിർത്തിട്ടില്ല. ജാതി വ്യവസ്ഥയാണ് ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞ് അതിനു വേണ്ടി വാദിച്ചതായ വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ 1936 ലേഖനമാണ് ദി ഐഡിൽ ബാങ്ക്യ. ബാങ്ക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടി, മറ്റുള്ളവൻ്റെ ഈ മാനുവൽ സ്കാവഞ്ചേഴ്സ്, മലമൂത്ര വിസർജനം എടുക്കുന്ന ഗ്രൂപ്പ്. ഐഡിൽ തോട്ടി, എങ്ങനെയൊരു തോട്ടിയായിരിക്കണം? അദ്ദേഹത്തിൻ്റെ 1936 ലേഖനമാണ്. ഇതേ പറയുന്ന കളക്റ്റഡ് വർക്ക്സിൽ പോയി കഴിഞ്ഞാൽ പറയാം. അദ്ദേഹം പറയുന്നത് തോട്ടിയുടെ ജോലി ചെയ്താൽ മതി, ദളിതന്റെ ജോലി ചെയ്താൽ മതി. ഇത് 1936 31 അദ്ദേഹം മറ്റിടത്ത് പോയത്. അതിനു മുമ്പാണ് ഈ വിമർശനം മുഴുവൻ വരുന്നത്. ഇത് വാദിച്ച ഗാന്ധി തീർച്ചയായിട്ടും മിഷണറിമാരെ എതിർക്കും. ഇത് വാദിക്കുന്ന ഗാന്ധിജി തീർച്ചയായിട്ടും മിഷണറിമാരെ എതിർക്കും. കാരണം ഈ അടിത്തറ തകർക്കുന്ന ആരാ? മിഷണറിമാരെ. ഇതിന് അന്നൊരാൾ മറുപടി പറഞ്ഞത് ക്രിസ്ത്യാനിയല്ല, മറുപടി പറഞ്ഞത് ബാബാ സാഹിബ് അംബേദ്കർ. ബാബാ സാഹിബ് അംബേദ്കർ 2 പുസ്തകങ്ങൾ എഴുതി. വാട്ട് ഗാന്ധിജി ആൻഡ് കോൺഗ്രസ് ഹാവ് ഡൺ ടു ദി അൺടച്ചബിൾസ്. ഗാന്ധിജിയും കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ദളിത്സിന് വേണ്ടി എതിരെ ചെയ്തത് എന്താണ്. 2 അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. ഈ 2 പുസ്തകങ്ങളും അദ്ദേഹം ഗാന്ധിയുടെ ജാതി വെറിയെ ശക്തിയുക്തം എതിർത്ത് തകർത്തുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ്. ഇതുകൂടാതെ ഗാന്ധിജിയുടെ മിഷണറി എതിർപ്പ് അദ്ദേഹത്തിൻ്റെ ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ വോളിയം 5 മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വോളിയം കിട്ടും. ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ വോളിയം 5 ചാപ്റ്റർ 30 ദ കൺവേർഷൻ. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് മഹാത്മാഗാന്ധിജി, അദ്ദേഹം മഹാത്മാന്ന് പിന്നീട് വിളിക്കാറില്ല, ഗാന്ധിജി MK ഗാന്ധി, മിസ്റ്റർ MK ഗാന്ധി എന്നാണ് എഴുതുന്നത്. മിസ്റ്റർ MK ഗാന്ധി ക്രിസ്ത്യാനികൾക്കായി എതിരായിട്ട് പറഞ്ഞ പോയിന്റുകൾ ഇത് 1, 2, 3, 4. ഈ 4 പോയിന്റും വിഡ്ഢിത്തരമാണ്, ഇത് അവസരവാദമാണ്, ഇത് നിലനിൽപ്പില്ലാത്ത ഒരു മനുഷ്യന്റെ ഗതികേട് കൊണ്ട് പറയുന്ന വാക്കുകളാണ്, അത് ഞാൻ തെളിയിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ എല്ലാ വാദങ്ങളെയും അക്കമിട്ട്
മിഷണറിമാർ എത്ര സ്കൂളുകൾ നടത്തുന്നു എന്ന് പറഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഗാന്ധിജിയുടെ കംപ്ലീറ്റ് വാദത്തെ തല്ലി തകർത്തു ബാബാ സാഹിബ് അംബേദ്കർ. അതൊരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതായിരുന്നു. അന്നത് ക്രിസ്ത്യാനി ചെയ്യാതിരുന്നതുകൊണ്ട് ദൈവം ബാബാ സാഹിബ് അംബേദ്കറിനെ എഴുന്നേൽപ്പിച്ചു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കാൻ. അന്ന് ബാബാ സാഹിബ് അംബേദ്കർ അത് ചെയ്തതുകൊണ്ട് 1940 കഴിഞ്ഞപ്പോഴത്തേന് ഗാന്ധിജിയുടെ നിലനിൽപ്പ് മാറി. ജാതി വ്യവസ്ഥയെപ്പറ്റിയും അദ്ദേഹം പിന്നെ പരസ്യമായിട്ട് 1936 പറയുന്ന പോലൊന്നും പറയാതായി. ക്രിസ്ത്യാനികൾക്കെതിരെയും അദ്ദേഹം പറയുന്നത് കുറച്ചു. കാരണം എന്താ? പറഞ്ഞാൽ പ്രഹരം വരും. എവിടെ നിന്ന്? ദളിതരുടെ നേതാവായ ബാബാ സാഹിബ് അംബേദ്കറിൽ നിന്ന് അടിവരും. ആ ഭയം കാരണം മഹാത്മാഗാന്ധിജി തിരുത്തി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മഹാത്മാഗാന്ധിജിയുടെ ചില പ്രസ്താവനകളൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഗിരിപ്രഭാഷണം മഹാത്മാഗാന്ധിജി ഏറ്റവും ഉയർത്തി. അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രസ്താവനകളാണ്. ബാബാ സാഹിബ് അംബേദ്കർ മറുപടി പറയേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ നിലപാടിന് ഇനി യാതൊരു സ്ഥാനവുമില്ല എന്ന് കണ്ട് അദ്ദേഹം തിരുത്താൻ വേണ്ടി നിർബന്ധിതനായി. ഏറ്റവും അവസാനം സുശീല നായർ, ഡോക്ടർ സുശീല നായർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മെഡിക്കൽ അറ്റൻഡൻ്റ് ആയിരുന്നു. സുശീല നായരുമായിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം ഏറ്റവും അവസാനം 1947-48 ഇപ്പോൾ ഇത് വ്യക്തിപരമായിട്ട് പറഞ്ഞെന്നാണ് പറയുന്നത്. സുശീല നായരുടെ പുസ്തകത്തിനകത്തുണ്ട്, ഞാൻ ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞത് തെറ്റായിപ്പോയി. നിങ്ങളെ റൈസ് ക്രിസ്ത്യൻസ് എന്ന് വിളിച്ചത് കടന്നുപോയി. നിങ്ങളാണ് യഥാർത്ഥത്തിൽ സേവനം ചെയ്യുന്നത്. പക്ഷേ അത് പറയേണ്ട താമസമായിപ്പോയി. ജീവിതകാലം മുഴുവൻ മിഷണറിമാരെയും ക്രിസ്ത്യാനികളെയും കുറ്റം പറഞ്ഞിട്ട് അവസാനം ഒരു പ്രൈവറ്റ് കോൺവെർസേഷനിൽ അത് പറഞ്ഞു നിർത്തേണ്ടതല്ല. പരസ്യമായിട്ട് ഞങ്ങളെ ആക്ഷേപിച്ചുവെങ്കിൽ പരസ്യമായിട്ട് തന്നെ ഗാന്ധിജി അതിന് മറുപടി പറയേണ്ടതായിട്ടുള്ള കടമയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അങ്ങനെ മനംതിരിവ് വന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് 1940 വരെയുള്ള ഗാന്ധിജിയുടെ മിഷണറിമാരോടുള്ള എതിർപ്പ് ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അതിനു മുമ്പ് മഹാത്മാ ജ്യോതിറാവ് ഫൂലെ പറഞ്ഞതുപോലെ, മഹാത്മാ ജ്യോതിറാവ് ഫൂലെ പറയുന്നത് സെവറൽ അമേരിക്കൻ ആൻഡ് സ്കോട്ടിഷ് മിഷണറീസ് ഫോളോവേഴ്സ് ഓഫ് ബലിരാജ ഇൻ ദ വെസ്റ്റ്. ബലിരാജ എന്ന് മഹാത്മാ ജ്യോതിറാവ് ഫൂലെ പറയുന്നത് ക്രിസ്തുവിനെയാണ്. അദ്ദേഹം പറയുന്നത് ഈ മിഷണറിമാർ ഇവിടോട്ട് വന്നു, ഈ മിഷണറിമാർ ഇവിടോട്ട് വന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയുന്നത് കേൾക്കാതെ, ഇവിടുത്തെ ബ്രാഹ്മണവർഗം പറയുന്നത് കേൾക്കാതെ അവർ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ശൂദ്രരുടെ കണ്ണുകൾ തുറന്നു. ബ്രാഹ്മണർക്ക് മനസ്സിലായി ഈ മിഷണറിമാർ ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഇവരെ ഇനിയും ഞങ്ങൾക്ക് തളച്ചിടുവാനായിട്ട് കഴിയുകയില്ല. അന്നും ഇന്നും ക്രിസ്ത്യാനിയോടുള്ള എതിർപ്പ് യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവരുടെ ഈ വ്യവസ്ഥ എതിർക്കുന്നുണ്ടാണ്. അതിന് നന്ദി പറഞ്ഞവരാണ് മഹാത്മാ ജ്യോതിറാവ് ഫൂലെ. അതിന് നന്ദി പറഞ്ഞവരാണ് ബാബാ സാഹിബ് അംബേദ്കർ. TG മോഹൻദാസ് സാറിനോട് ഞാൻ ഓർപ്പിക്കുന്നത്, സാറേ ഗാന്ധിജി പറഞ്ഞത് ഗാന്ധിജി തന്നെ തിരുത്തി. സാറ് പറയുമായിരിക്കും അദ്ദേഹം പരസ്യമായിട്ട് തിരുത്തിയിട്ടില്ല, സമ്മതിച്ചു. പക്ഷെ ഗാന്ധിജി പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിന്റ് പറയുന്നുണ്ട് TG മോഹൻദാസ്, ഗാന്ധിജി എന്ന ഒറ്റ മനുഷ്യനെ മതി ഇവരെ അടിച്ചൊതുക്കാനെന്ന്. മറുപടി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഗാന്ധിജി എന്നുള്ള ഒരൊറ്റ വ്യക്തിയല്ല, ഞങ്ങൾക്ക് അനേക നേതാക്കന്മാര് ഈ നാട്ടിലുണ്ട്. ഈ നാട്ടിലെ ഈഴവ C കേശവനെ പോലെയുള്ള ഈഴവ നേതാക്കന്മാര്, മഹാത്മാ ജ്യോതിറാവ് ഫൂലെ പോലെയുള്ളവര്, ബാബാ സാഹിബ് അംബേദ്കറിനെ പോലെയുള്ളവര് മാത്രം മതി നിങ്ങളുടെ എല്ലാ വാദങ്ങളും ഞങ്ങൾക്കും തിരിച്ച് മറുപടി പറയാൻ. കാരണം അവരെയാണ് വിമോചിപ്പിച്ചത് മിഷണറിമാര്. അവരന്ന് എഴുതി, അവരുടെ പിന്തലമുറക്കാർ ഇന്ന് അത് ഓർക്കുന്നില്ലെങ്കിലും അന്ന് അവരത് എഴുതി വെച്ചിട്ടുണ്ട്. ബാലസുബ്രഹ്മണ്യം ബ്രദറിൻ്റെ അടുത്ത പ്രോഗ്രാമിന് അദ്ദേഹത്തിൻ്റെ റിലീസ് ചെയ്യുന്ന പുസ്തകത്തിൽ ഇവിടുത്തെ ഈഴവ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അന്ന് TG മോഹൻദാസ് സാറിന് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ടും സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് TG മോഹൻദാസ് സാറിനോട് പറയുന്നത്, മിഷണറിമാരിവിടെ നശിപ്പിച്ചിട്ടില്ല, മിഷണറിമാരിവിടെ ഉയർത്തിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ വിദ്യാഭ്യാസം ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ തളച്ചിടുവാൻ വേണ്ടി ആയിരുന്നുവെങ്കിൽ വിമോചനത്തിൻ്റെ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുവാനും അവനെ ഉന്നതത്തിലേക്ക് നടത്തുവാനും വേണ്ടിയായിരുന്നു മിഷണറി വിദ്യാഭ്യാസം. 4.25-42 പറയേണ്ട കാര്യമില്ല. കാനഡയിലെ കളക്ടർ അങ്ങനെ ഉയർത്തി പറഞ്ഞിട്ടുമില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് ഒരു മാറ്റം വന്നത് പ്രിന്റിംഗ് ടെക്നോളജി കൊണ്ടുവന്നത്, പുസ്തകങ്ങൾ കൊണ്ടുവന്നത്, അധ്യാപകരെ കൊണ്ടുവന്നത്, സ്കൂളുകൾ കൊണ്ടുവന്നത്, ഭാഷയിലേക്ക് വെർനാക്കുലർ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്, എല്ലാത്തിനും തുടക്കം ക്രിസ്തുവിന്റെ ദാസന്മാരായ മിഷണറിമാർ.
ആ മിഷണറിമാരുടെ ദൗത്യമാണ് പ്രിയ സ്നേഹിതരെ നമുക്കിന്ന് നൽകിയിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു, മാക്കുളയ്ക്ക് പറ്റിയ ഏക അബദ്ധം എന്ന് പറയുന്നത് ഇവിടുത്തെ സവർണരെ അയാൾ എന്തുകൊണ്ടോ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഇവരെ പഠിപ്പിച്ചാൽ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുമെന്ന് ചിന്തിച്ചു. എന്നാൽ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും, അത് ജാതിയില്ലാതെ മതമില്ലാതെ ഏത് ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നാലും അവർക്കെല്ലാം ഒരു അനുഗ്രഹം നൽകാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ നടത്തിയവരെ ആരാണ് നമ്മളെ നടത്തിയത്? മിഷണറിമാർ. അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് അനുകരിക്കുക. ഇത് എബ്രായ ലേഖനത്തിലെ കൽപ്പനയാണ്. അതാണ് നമ്മൾ ഇൻഡോളജി ചെയ്തത്. നമ്മളെ നടത്തിയവരെ നമ്മൾ ഓർത്തു, അതിൻ്റെ ഫലം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? അവർ ചെയ്തത് അനുകരിക്കണം. അതുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരോടും പറയാനുള്ളത്, തിരുവചനം നിങ്ങളെ ഓർപ്പിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നത് നടത്തിയവരെ ഓർത്ത് അതിൻ്റെ ഔട്ട്കമും പറഞ്ഞിട്ട് പോകാമെന്നല്ല, അവരെ അനുകരിച്ച് അവരുടെ പാത മുന്നോട്ട് കൊണ്ടുപോകാൻ, ദൈവവചന കൽപ്പന അനുസരിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.